ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് ചലിക്കണമേ. Lord, I commit all those who are available in this device and your presence. Lord, I pray that they be blessed as we pursue our study. Let your abiding presence be moving with all of us, that we be acquiring got a lot of knowledge through our studies, which we pray that God be using for the expansion of God's kingdom. I bless each and every one of them. In the name of the Father, Son, and the Holy Spirit, that they be blessed. Bless our class. We engage the angels and also the Spirit of God to take control. We endorse all these prayer concerns in Jesus' name. Amen. തുടങ്ങാം. 8 ഡിവൈസ് 8 പേര് വന്നിട്ടുണ്ടേ. ഇനി ആരെങ്കിലും ഇവിടെ ഉണ്ടോ വരാനുണ്ട്? ഓക്കെ. പുറപ്പാട് പുസ്തകം. ദൈവജനത്തിന്റെ പുറപ്പാടാണ് ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം. എക്സോഡസ് എന്ന പേരാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. എക്സോഡസ് എന്ന വാക്കിന് മലയാളത്തിൽ പുറപ്പാട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എക്സോഡോസ് എന്ന പദം ഗ്രീക്കിലെ 2 പദങ്ങൾ ചേർന്നുണ്ടായതാണ്. ഗ്രീക്കിലെ 2 പദങ്ങൾ ചേർന്നുണ്ടായതാണ് എക്സോഡസ്. ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് എക് എന്ന പദമാണ്. എക് എന്ന പദത്തിന് ഫ്രം, നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രം ഓർ ഔട്ട് എന്നൊക്കെ പറയുന്ന, ഫ്രം ഓർ ഔട്ട് ഓഫ് എന്നൊക്കെ പറയുന്നതിന് തുല്യമായ പദമാണ്. ഓഡോസ് എന്ന് പറയുന്ന പദം അതിന്റെ അർത്ഥം വഴി എന്നാണ്. ഓഡോസ്. എക്കും ഓഡോസും കൂടെ ചേരുമ്പോൾ, പ്രത്യേകിച്ച് ഗ്രീക്കിൽ എക്കിന് ശേഷം വരുന്ന വാക്ക് ഒരു വവൽ ശബ്ദത്തിൽ ആരംഭിക്കുന്നതാണെങ്കിൽ, ഒരു വവൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? സ്വരാക്ഷരം. എക്കിന് ശേഷം വരുന്നത് ഒരു സ്വരാക്ഷരത്തിൽ ആരംഭിക്കുന്ന വാക്കാണെങ്കിൽ, ഇംഗ്ലീഷിലെ കെയ്ക്ക് തുല്യമായ ഗ്രീക്കിലെ കാപ്പ എന്ന പദത്തിന് പകരം ഗ്രീക്കിൽ എന്നൊരു പദമുണ്ട്, ഒരു അക്ഷരമുണ്ട്. അത് എന്ന അക്ഷരം അവിടെ വരും. അതുകൊണ്ടാണ് എക്ക് പ്ലസ് ഓഡോസ് എക്സ് ഓഡോസ് ആയത്. എക്സോഡോസ്. എക്സോഡോസ് എന്ന വാക്കിന്റെ അർത്ഥം ഔട്ട് ഇൻ ടു ദ വേ ഓർ ഔട്ട് ഇൻ ടു ദ പാത്ത്. ആ വഴിയിലേക്ക് ഇറങ്ങിയവർ, വഴിയിലെത്തിയവർ, വഴിയിൽ യാത്ര ചെയ്യുന്നവർ എന്നൊക്കെ അർത്ഥമാണ്. ആ അർത്ഥത്തിലാണ് ഇതിനെ പുറപ്പാട് എന്ന് പേര് പറയുന്നത്. ദൈവജനത്തിന്റെ പുറപ്പാടിന് വേണ്ടി ദൈവത്തിന്റെ മനുഷ്യനായ മോശെ ദൈവം ഒരുക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ദൈവവും ഈജിപ്തിലെ ദൈവങ്ങളുമായിട്ടുള്ള ഒരു പവർ എൻകൗണ്ടർ ആണ്. എന്താണ് പവർ എൻകൗണ്ടർ? നിങ്ങൾ കൂടെ പ്രതികരിക്കാം, കുറച്ചു പേരെ ഉള്ളല്ലോ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു മല്ലയുദ്ധമാണ്. ഇസ്രായേലിന്റെ ദൈവം ആയ യഹോവയും ഈജിപ്തിലെ ദേവന്മാർ ഏതാണ്ട് 10 ദേവന്മാർ അവർക്കുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ 33 കോടി ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഈജിപ്തിൽ പ്രധാനമായിട്ട് അന്ന് 10 ദൈവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചില 12 പറയുന്നു. അതിലെ ഒരു ദേവനായിരുന്നു ഹാപ്പി, HAPY, ഹാപ്പി. ആ ദേവന് ആദ്യ നൈൽ ദേവനായിരുന്നു. അയാൾ നൈൽ നദിയിൽ കുഞ്ഞുങ്ങളെ എറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞതിന്റെ അർത്ഥം നൈലിന്റെ ദേവനായ ഹാപ്പിക്ക് ഈ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ്. ആ ഒരർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്.
എന്തായാലും ആ പവർ എൻകൗണ്ടറിൽ യഹോവയായ ദൈവം ഈ അഹ്റോന്റെ വടി മന്ത്രവാദികളുടെ വടികളെ വിഴുകുന്നെന്നൊക്കെ പറയുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ സത്യത്തിൽ മിസ്രൈമിലെ മന്ത്രവാദി എന്ന് പറയുന്നത് ഈ ദൈവങ്ങളുടെ പൂജാരികളാണ്. അവരുടെ ശക്തികളെ മുഴുവൻ യഹോവയായ ദൈവം നിർവീര്യമാക്കി വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് ഈ വടികളൊക്കെ വിഴുങ്ങുന്ന സംഭവം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ യുദ്ധത്തിൽ പോരാട്ടത്തിൽ ദൈവം ഈജിപ്തിലെ ദൈവങ്ങളെ പരാജയപ്പെടുത്തി ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കുന്നു. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ഒരു പുസ്തകമാണിത്. ഇന്നും ഒരാൾ രക്ഷിക്കപ്പെടുന്ന ഒരാൾ അയാളുടെ ക്രിസ്ത്യ ജീവിതത്തെ പൊതുവെ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂ യാത്രയായിട്ടാണ് താരതമ്യം ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പിതാക്കന്മാരൊക്കെ പാടിയത്, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. അഥവാ ക്രിസ്ത്യ ജീവിതം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചോരത്തളി ആചരിച്ചു. ആ ചോരത്തളി ആചരിച്ചിട്ട് അവർ പുറപ്പെട്ടു. അത് ഇസ്രായേൽ ജനത്തിന്റെ ആ പുറപ്പാട് ചോരത്തളി ആചരിച്ചത് എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശവിലമരണത്തിന് തുല്യമായിട്ട് കണക്കാക്കി. ചെങ്കടൽ എന്നത് സ്നാനത്തിന് നിഴലായും കണക്കാക്കി. 40 വർഷത്തെ മരുഭൂ യാത്ര എന്ന് പറയുന്നത് നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ മരിയാത്ര എന്ന നിലയിലുമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രൂശിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ഒരു തരത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവകൃപയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് പുറപ്പാട് പുസ്തകം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പേര് ഏൽ എന്നും എലോഹി എന്നൊക്കെ പറയുകയും അബ്രഹാമിനെ കുറിച്ച് പറയുന്നിടത്ത് ചില പരാമർശങ്ങളുണ്ടെന്നും സത്യത്തിൽ ദൈവം ആ പേരിൽ വെളിപ്പെട്ടത് മോശക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെ അതൊരു വെളിപ്പാടാണ്. എനിക്ക് തോന്നുന്നു 6-ാം അധ്യായത്തിലെ മറ്റോ 6-ലാണെന്നോ മോശയോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ യഹോവ എന്ന പേരിൽ ഇതുവരെ ആർക്കും 6-ലാണോ വെളിപ്പെട്ടിട്ടില്ല. അപ്പോ യഹോവ എന്ന പേരിൽ വെളിപ്പെടുന്നു. ഒരു എബ്രായനെ സംബന്ധിച്ചിടത്തോളം ഒരാളിന്റെ പേരെന്ന് പറയുന്നത് അയാളുടെ സ്വഭാവത്തെ കാണിക്കുന്നതാണ്. ഒരാളുടെ സ്വഭാവത്തെ കാണിക്കുന്നതാണ് അതിന്റെ പേര്. അതിന്റെ പേരും സ്വഭാവമായിട്ട്. നമ്മുടെ നാട്ടിലെ പേരൊന്നും വിശാലാക്ഷി എന്നൊക്കെ പറയും. പക്ഷെ വിശാലത പോയിട്ട് ചിലപ്പോൾ പൊട്ടുകണ്ണിയായിരിക്കും. അല്ലെങ്കിൽ എന്താ ലക്ഷ്മി എന്നൊക്കെ പറയും, പട്ടിണി പാവമായിരിക്കും. അപ്പൊ അങ്ങനെ പേരും അർത്ഥമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ യഹൂദൻ അങ്ങനെയല്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേരുകളും അർത്ഥങ്ങളും തമ്മിൽ എന്തുണ്ടായിരുന്നു? ബന്ധമുണ്ടായിരുന്നു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരാളുടെ സ്വഭാവത്തെ കാണിക്കുന്നതാണ് പേര്. അതുകൊണ്ട് യഹൂദന്റെ എല്ലാ പേരുകളും അവന്റെ സ്വഭാവത്തെ കാണിക്കുന്ന. അങ്ങനെ ദൈവം തന്റെ പേര് വെളിപ്പെടുത്തുകയാണ്, യഹോവ എന്ന പേര്. ആ പേര് ഒരാളിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരാളിനെ എങ്ങനെ തിരിച്ചറിയുന്നത്? ഹലോ സഹോദരങ്ങളെ എന്ന് ഞാൻ വിളിച്ചാൽ നിങ്ങൾ ആരെങ്കിലും വ്യക്തിപരമായിട്ട് വിളി കേൾക്കുമോ? ബട്ട് ബ്രദർ ജോൺസൺ എന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ പാസ്റ്റർ ജോൺ, ബ്രദർ ജോൺ എന്നോ, അല്ലെങ്കിൽ പാസ്റ്റർ പ്രിജിത്ത് എന്നോ ഒക്കെ വിളിച്ചാൽ ദാറ്റ്സ് യുവർ ഇൻഡിവിജ്വൽ നെയിം. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് യുവർ ഐഡന്റിറ്റി. സോ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡന്റിറ്റിയാണ്. നെയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിത്വമാണ്, യഥാർത്ഥമാണ്, ഒരു ഐഡന്റിറ്റിയാണ്. ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? പേരുപയോഗിക്കും. അപ്പൊ ദൈവം തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ്, യഹോവ. ദൈവത്തിന്റെ മഹത്വം ഇസ്രായേൽ ജനമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ മോശ പോലും ദൈവത്തോട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 33:18 വായിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ നിന്റെ മഹത്വം എനിക്കൊന്ന് കാണും. പുതിയ നിയമത്തിലെ യേശുവും പഴയ നിയമത്തിലെ
യഹോവയും തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ പ്രാധാന്യം അത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. യഹോവ എന്ന് പറയുന്ന ആ പേരിന് രക്ഷകൻ എന്നൊരർത്ഥമുണ്ട്. യേശുവിന്റെ പേര് ജോഷുവ, യശ്യാവ് എന്നൊക്കെ പറയുന്ന ആ പേര് രക്ഷകനുമായിട്ട് ബന്ധമുണ്ട്. യഹോവ എന്ന വാക്കിന് അതിന്റെ മൂലപദം ഹയാ. എന്താണ്? നിങ്ങളോട് പറ. ഹയാ പറഞ്ഞേ. ഹയാ എന്ന പദമാണ്. അതിൽ നിന്നാണ് യഹോവ എന്ന പേരുണ്ടായിട്ടുള്ളത്. അതായത് ഹയാ എന്ന വാക്കിന്റെ അർത്ഥം ആകുന്നവൻ. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഞാനാകുന്നവൻ, ഞാനാകുന്ന എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കും, നീ ഇസ്രായേൽ ജനത്തോട് പറയണമെന്ന് മോശയോട് ദൈവം പറയുന്നു. ഹയാ എന്ന് പറയുമ്പോൾ, ഞാനാകുന്നവൻ എന്ന് പറയുമ്പോൾ, ഇത്രയും കൂടെ രസകരമായി പറഞ്ഞാൽ അതൊരു വർത്തമാനകാലത്തിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ആയിത്തീരുന്നവൻ എന്ന അർത്ഥമില്ല. ഞാൻ ആയിത്തീരുന്നവനെന്നോ ഞാൻ ആയിരുന്നവനെന്നോ എന്ന അർത്ഥമില്ല. ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭൂതവും ഭാവികാലവും ഇല്ല. ദൈവം ഇന്നിന്റെ ദൈവമാണ്. എന്താണ്? ദൈവം ഇന്നിന്റെ ദൈവമാണ്. ഓക്കെ. യഹോവ എന്ന പേരിനർത്ഥം, പേരിനൊപ്പം രക്ഷകൻ എന്നും പേര് ചേർക്കാറുണ്ട്. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വിശുദ്ധം എന്ന നാമവിശേഷണം നാം ആദ്യം കാണുന്നു. തുടർന്ന് ദൈവ സ്വഭാവത്തോട് ചേർന്ന് എപ്പോഴും ഈ പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ എബ്രായ പദത്തിന്റെ അർത്ഥം, യഹോവ എന്ന എബ്രായ പദത്തിന്റെ ഒരു അർത്ഥം പറഞ്ഞാൽ വേർതിരിക്കുക, മറ്റുള്ള സാധാരണ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുക എന്നൊക്കെ അർത്ഥം വരാം. വിശുദ്ധനായ ദൈവം, വിശുദ്ധനായ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവം മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു ദൈവമാണ്, വേറിട്ട് നിൽക്കുന്ന ഒരു ദൈവമാണ്. അതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ധാർമ്മികമായി ഭയങ്കര ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 10 കൽപ്പന ദൈവം കൊടുക്കുമ്പോൾ അതിലും ധാർമ്മികതയുടെ ഒരു മാന്യത, ഒരു ധാർമ്മികതയുടെ ഒരു അപ്പിയറൻസ് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. പിന്നീട് നാം വായിക്കുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ മനുഷ്യൻ ആഴത്തുള്ള ബന്ധങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ജീവിതത്തിന്റെ ഓരോ വശവും സാൻമാർഗീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ദൈവത്തിന്റെ പ്രമാണം മനസ്സാക്ഷി വെല്ലുവിളിക്കുന്നതാണ് 10 കൽപ്പന. അതുകൊണ്ട് തന്നെ ദൈവം അത് ജ്ഞാനികൾക്ക് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്നൊക്കെ മത്തായി 11:25 നാം വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ അനുസരിക്കാൻ പ്രയാസമുള്ളതാണെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതല്ല ഈ പ്രമാണങ്ങളൊക്കെ തന്നെ. ഇവിടെ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് അറിവുകേടല്ല, അനുസരണക്കേടാണ്. ദൈവത്തോടുള്ള എതിർപ്പ് നമ്മുടെ ഇച്ഛാശക്തിയുടെ എതിർപ്പാണ്. ദൈവത്തിന്റെ പ്രത്യേകത ദൈവം വിശുദ്ധനാണെന്നുള്ളതാണ്. യഹോവയായ ദൈവം വിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്തുക്കളും വ്യക്തികളും ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ദൈവത്തിന് സമർപ്പിച്ച സ്വഭാവമുള്ളവരായിരിക്കണം. നിർജ്ജീവ വസ്തുക്കളാണെങ്കിൽ കൂടിയും അവ പിന്നീട് സാധാരണ ഉപയോഗങ്ങൾക്ക് എടുത്തുകൂടാ. ഉദാഹരണം, കർത്തൃമേശയ്ക്ക് എടുക്കുന്ന കപ്പ്, കർത്തൃമേശയ്ക്ക് എടുക്കുന്ന പാത്രം നമ്മൾ വേറെന്തിനും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കില്ല. ആ പാത്രം നിർജ്ജീവ വസ്തു അല്ലേ? പക്ഷെ എന്നാലും ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ഒരു പാത്രം എന്ത് ചെയ്യത്തില്ല, മറ്റൊന്നിനും കൂടെ ഉപയോഗിക്കുകയില്ല. മാത്രമല്ല, ഈ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾക്ക് സമാന കൂടാരത്തെ കുറിച്ചുള്ള ഒരു അറിവ് ദൈവം കൊടുക്കുന്നുണ്ട്. അത് ദൈവിക വിശുദ്ധിയുടെ ദൃഷ്ടാന്തമാണ്. ഇസ്രായേലിന്റെ ജീവിതം തന്നെ ദൈവിക വിശുദ്ധി വരച്ചു കാട്ടുന്ന ജീവിത രീതി ആയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. എവിടെയൊക്കെ ജനം കഷ്ടപ്പെടുന്നുവോ,
എവിടെയൊക്കെ ജനം കഷ്ടപ്പെടുത്തപ്പെടുന്നുവോ, എവിടെയൊക്കെ ജനം അനീതിക്ക് അടിമപ്പെടുന്നുവോ, എവിടെയൊക്കെ നീതികേട് ജനത്തിന്മേൽ ചുമത്തുന്നുവോ, ദൈവത്തിന്റെ പ്രത്യേകത അവിടെയെല്ലാം ദൈവം ഇടപെടും. അതായത് ദൈവത്തിന് എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നവരോട്, പാവപ്പെട്ടവനോട് ഒരു പക്ഷം ചേരലുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, വേദവസ്തു അനുശാസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത പാവങ്ങളോട്, കഷ്ടപ്പെടുന്നവരോട്, പീഡിപ്പിക്കപ്പെടുന്നവരോട് പക്ഷം ചേരുന്ന ദൈവം. ദൈവത്തിന് മറ്റൊരു പ്രത്യേകത വിടുവിക്ക മാത്രമല്ല, വിടുതലിനോടൊപ്പം തന്നെ വിലയേറിയ അവകാശങ്ങളും നൽകുന്നു. വിലയേറിയ അവകാശം വിടുവിക്ക മാത്രമല്ല, ഇപ്പൊ ലളിതമായി പറഞ്ഞാൽ കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്ക മാത്രമല്ല ചെയ്തത്, പിന്നെന്താ? കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്ക മാത്രമല്ല ചെയ്തത്, പിന്നെ എന്നാ നമുക്ക് തന്നൊരു പദവി? വേണ്ടിയില്ല, അവർക്ക് പറ. ദൈവം നമ്മളെ രക്ഷിക്ക മാത്രമല്ല, ദൈവം വിടുവിക്ക മാത്രമല്ല, നമുക്ക് അവകാശവും നൽകുന്നു. നമുക്ക് നൽകിയ ഏറ്റവും വലിയ അവകാശം എന്താണ്? പുത്രത്വം. താങ്ക് യു. നമ്മളെ ദൈവ മക്കളാക്കി, നമ്മളെ രക്ഷിച്ചു വേണമെങ്കിൽ കർത്താവിനെ അങ്ങ് വിടാമായിരുന്നു, പിന്നെ എവിടെങ്കിലൊക്കെ പോയി തട്ടി തകർന്ന് നമുക്ക് പോകാം. പക്ഷെ രക്ഷിക്ക മാത്രമല്ല, രക്ഷയോടൊപ്പം തന്നെ നമുക്ക് എന്ത് നൽകി? രക്ഷിച്ചവനെല്ലാം പുത്രത്വം നൽകി. ഇനി ദൈവം ഒരാളെ രക്ഷിക്കാൻ തീരുമാനിച്ചാലോ, ആർക്കെല്ലാം ദൈവത്തിനെതിരെ നിൽക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ തെളിവ് പുറപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു ജനത്തെ വിടുവിക്കാൻ, അല്ലെങ്കിൽ ഒരാളിനെ വിടുവിക്കാൻ ആഗ്രഹിച്ചാൽ അതിനെതിരെ നിൽക്കാൻ ആൾക്കും കഴിയുകയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് പുറപ്പാട് പുസ്തകത്തിൽ എന്ന് പറഞ്ഞാട്ടെ. ഫറവോന്റെ പദ്ധതികളെ മുഴുവൻ തമ്പുരാൻ പൊളിച്ചു. ഏത് കരുത്തനായ രാജാവാണെങ്കിലും ഇന്നും ഇത് പ്രസക്തി കൊണ്ട്. ഈ മറ്റാ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ അറിയണം, എത്ര കരുത്തനാണെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു കരുത്തനും നമ്മളെ ഒതുക്കാൻ പറ്റില്ല. അഥവാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ തടയാൻ രാജാവായ ഫറവോന് പോലും കഴിഞ്ഞില്ല. അവന്റെ വീഴ്ച തന്നെ അവിടെയാണ്. ദൈവത്തിനൊരു പ്രത്യേകത ഉണ്ട്. ദൈവം പീഡിപ്പിക്കപ്പെടുന്നതിനെ രക്ഷിക്കുക മാത്രമല്ല. എനിക്ക് തോന്നുന്നു 2 തെസ്സലോനിക്കർ 2:7 2 തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കറാണ്. 1 തെസ്സലോനിക്കർ ഞാനൊന്ന് നോക്കിക്കോട്ടെ. വാക്യമാണ്. അതായത് പീഡിപ്പിക്കപ്പെടുന്ന നിങ്ങൾക്ക് ആശ്വാസം, പീഡിപ്പിച്ചവർക്ക് ശിക്ഷയെ നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്നൊരു വാക്യമുണ്ട്. 7-8 എത്രന്റെ? 2 തെസ്സലോനിക്കർ 1-7. വായിച്ചാട്ടെ. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ
സുവിശേഷം അനുസരിക്കാത്തവർക്കും You are right. You are പ്രതികാരം right. കൊടുക്കുമ്പോൾ ആ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും നിങ്ങളെ പീഡ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും ഞങ്ങളും പീഡ കൂടെ അനുഭവിക്കുന്ന ആശ്വാസം നൽകുന്നത്. താങ്ക് യു. അതൊരു ഭയങ്കര വാക്യമാണ്. അത് ദൈവത്തിന്റെ ഒരു ക്യാരക്ടറാണ്, ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളെ പീഡിപ്പിക്കപ്പെടുന്ന നിങ്ങളെ ദൈവം വിടുവിക്കുമ്പോ പീഡിപ്പിച്ചവർക്കൊരു ശിക്ഷ കൂടെ കൊടുക്കുന്നത്. അഥവാ ലളിതമായി പറഞ്ഞാൽ, നിങ്ങളെ രക്ഷിക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിച്ചവർക്കൊരു ന്യായവിധി കൂടെ നടത്തുന്നത് ദൈവത്തിന്റെ നീതിയാണ്. മനസ്സിലായോ പറഞ്ഞ്? അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ ദൈവം ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചപ്പോ ആ ജനത്തെ പീഡിപ്പിച്ചവരുടെ മേൽ നിഷ്കരണം ഒരു ന്യായവിധി കൂടി ആര് നടത്തി? ദൈവം നടത്തി. പാപം ചെയ്താൽ തന്നെ ദാസന്മാരോട് പോലും ദൈവം കോപിക്കും. അതിന്റെ അർത്ഥം ദൈവത്തിന് പാപത്തോട് ഒരു അൺകോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡാണുള്ളത്. പാപിയെ സ്നേഹിക്കുമ്പോഴും പാപത്തെ വെറുക്കുന്ന ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. അതിന്റെ നിതാന്ത തെളിവാണ് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടു. ദൈവം എവിടെ കോപിക്കുമെന്ന്, എന്തിനു കോപിക്കുമെന്നും എന്തിനു ശിക്ഷിക്കുമെന്നും നമുക്കറിയാം. തന്റെ മക്കളുടെ അവിശ്വാസത്തെ കോപത്തിന് കാരണം മാത്രമേ. മനഃപൂർവ്വം പാപം ചെയ്തതിന്റെ യാഗത്തിൽ ദൈവത്തിന് യാതൊരു വിലയുമില്ല. നമുക്ക് പതുക്കെ ചാപ്റ്റർ ബൈ ചാപ്റ്ററിലേക്ക് തിരിയാം. 1:1 മുതൽ 11:10 വരെ ഇസ്രായേൽ ഈജിപ്തിലാണ്. മോശയ്ക്ക് മുമ്പുള്ള ഇസ്രായേൽ 70 എന്നുള്ളത് ഒരു ഏകദേശ സംഖ്യ ആയിരിക്കണം. ഉൽപ്പത്തി 1:21-22 കാണുന്ന പ്രകാരം ജനം വളർന്ന് വലിയൊരു ജനമായി. അങ്ങനെ സ്വദേശികൾ ഭയപ്പെടത്തക്കവണ്ണം ഇസ്രായേൽ വളർന്നു. യാക്കോബിന്റെ കാലത്ത് ഒരു 70 അല്ലെങ്കിൽ സ്തേഫാനോസിനെ പ്രസംഗിക്കുമ്പോൾ 75 എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് എന്നോട് ചോദിച്ചു. സംഭവം ഇത്രയുള്ള 20 വയസ്സിന് താഴെയുള്ളവരെ എണ്ണുന്നൊരു ശീലം ഇല്ല. എന്തായാലും ആയിക്കോട്ടെ. പുതിയ രാജാവ് ഈജിപ്തിൽ അധികാരത്തിൽ വന്നു. ജോസഫിനെ അറിയാത്തൊരു രാജവംശം. അവർ നോക്കുമ്പോൾ അവിടെ മുഴുവൻ വ്യാപിച്ചിടക്കുന്ന വലിയൊരു ജാതി. അവർ തങ്ങളെ കൈക്കല ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ അവിടുത്തെ തദ്ദേശീയനേക്കാൾ കൂടുതൽ വിദേശികർ ആയിരിക്കുന്നു. അപ്പൊ അവിടുത്തെ ഗവൺമെന്റിനെ പോലും അട്ടിമറിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിട്ട് ഇസ്രായേൽ ജനത്തെ കൊണ്ട് അടിമവേല ചെയ്യിക്കുന്നത് നാം കാണും. അടിമവേല ചെയ്യിക്കുക, പെരുപടി ഉണ്ടാക്കുക. നൈൽ നദിയുടെ കനാലുകളൊക്കെ അവരെ കൊണ്ട് നിർമ്മിച്ചു. 2 പട്ടണങ്ങൾ, പീതോം റംസേസ് എന്ന് പറയുന്ന 2 പട്ടണങ്ങൾ യഹൂദന്മാരെ കൊണ്ട് പണിയിച്ചു. ഇതെല്ലാം പുരാവസ്തു ഗവേഷണങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഈജിപ്തുകാരേക്കാൾ ആരോഗ്യമുള്ളവരായിരുന്നു ഇസ്രായേലിയർ. അടിമവേല കൊണ്ട് അവർ തളർന്നു പോയില്ല. അതുകൊണ്ടാണ് അടിമവേല ഏർപ്പെടുത്തി അവരെ കഷ്ടപ്പെടുത്താൻ നോക്കിയെങ്കിലും ഇവരെണ്ണത്തിൽ പെരുകുന്നത് കണ്ട് കുഞ്ഞുങ്ങളെ നീല നദിയിൽ എറിഞ്ഞ് കൊന്നുകളയുവാൻ ഫറവോൻ കൽപ്പനയിടുന്നു. ഈ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ എറിഞ്ഞ് കൊല്ലുന്ന രീതി ഈജിപ്തിലും ബാബിലോണിലും ഒക്കെ അന്ന് നിലനിന്നിരുന്നു. ഇനി മോശയുടെ പ്രാരംഭകാലമാണ്. മോശ അമ്രാം ജോക്കേബേദ് എന്ന് പറയുന്ന ദമ്പതികളുടെ മകനാണ്. മിരിയാം അഹരോന്റെ സഹോദരിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അന്ന് ഏഷ്യയുടെ ചന്തസ്ഥലങ്ങളിൽ ഞാങ്ങണപ്പെട്ടി വാങ്ങാൻ കിട്ടും. അക്കാലത്ത് ഏഷ്യയുടെ ചന്തകളിൽ ഞാങ്ങണപ്പെട്ടി വാങ്ങാൻ കിട്ടും. ഞാങ്ങണയുടെ ഇടയിൽ ഒഴുക്കില്ലാത്ത സ്ഥലത്ത്, മുതലയുടെ ശല്യം തീരെ ഇല്ലാത്ത സ്ഥലത്ത് കുട്ടിയെ ഞാങ്ങണപ്പെട്ടിയിൽ വെച്ച് അവിടെ ഒഴുക്കുകയാണ്. നമ്മൾ അപ്പോക്രിഫ പുസ്തകങ്ങൾ നമുക്ക് വേദപുസ്തകം എന്ന നിലയിൽ, ബൈബിൾ വാക്യം എന്ന നിലയിൽ, ദൈവവചനം എന്ന നിലയിൽ അംഗീകരിക്കുന്നില്ലെങ്കിലും ചരിത്രപരമായ കാര്യങ്ങൾ വായിക്കുവാൻ ചില അപ്പോക്രിഫ പുസ്തകങ്ങളും ചരിത്രം അറിയാൻ നമ്മൾക്ക് നോക്കാം. അങ്ങനെ ചരിത്രം പറയുന്ന അപ്പോക്രിഫ എന്ന് പറയുന്ന പുസ്തകത്തിൽ
ഈ രാജകുമാരിയുടെ പേര് താർമൂത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് മോശക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ഫറവോന്റെ പുത്രി എന്ന് പറയുന്ന രാജകുമാരിയുടെ പേരെന്താണ്? താർമൂത്ത്. പറഞ്ഞാട്ടെ, താർമൂത്ത്. അവിടെ റാംസേസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ പേരിൽ ഒരു പട്ടണം പോലും പണിതത്. അയാൾക്ക് 60 പെൺമക്കളുണ്ട്. എന്തോ ഏത് പുസ്തകത്തിലായി ഈ ഏത് പുസ്തകമാണ് എന്റെ കയ്യിലും? അപ്പോക്രിഫയിലുള്ള ഒരു പുസ്തകത്തിൽ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്റെ കയ്യിലുള്ള മെറ്റീരിയൽ. ഏത് പുസ്തകമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ ഈ ബുക്ക് ഓഫ് ജൂബിലി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ബുക്ക് ഓഫ് ജൂബിലി. ജൂബിലി എന്ന് പറയുന്നത് നെറ്റിലൊക്കെ കിട്ടും. ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷാണ് ആ പുസ്തകം. മലയാളം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബുക്ക് ഓഫ് ജൂബിലി എന്ന് പറയുന്ന പുസ്തകം വായിക്കാൻ യഹൂദന്റെ ഇസ്രായേലിന്റെയും ഉൽപ്പത്തിയിലുള്ള ഓരോ ചരിത്രമൊക്കെ നമുക്കറിയാൻ പറ്റും. അതിനകത്ത് കൈന്റെ ഭാര്യയുടെ പേര്, ഹാബേലിന്റെ ഭാര്യയുടെ പേര്, യഹൂദന്മാർ അംഗീകരിക്കുന്ന ഒരു പുസ്തകം. പുസ്തകം കാനൂനികമായിട്ട് വേദോസ്തത്തിന്റെ ഭാഗമല്ലെന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അപ്പോക്രിഫയിലുള്ള ഏതോ ഒരു പുസ്തകത്തിൽ ഈ രാജകുമാരി താർമൂത്താന്ന് എഴുതിയിട്ടുണ്ട്. റാംസോസ് എന്ന് പറയുന്ന രാജാവിന് 60 പെൺമക്കളുണ്ടായിരുന്നു. എന്നാൽ ശമ്പളം വാങ്ങിക്കൊണ്ട് സ്വന്തം മാതാവ് മോശയെ വളർത്തി. അക്കാലത്താണ് പിതാക്കന്മാരുടെ ദൈവത്തെ അറിഞ്ഞത്. ബാല്യകാലത്തെ ഈ മനോഭാവം, തങ്ങളുടെ സഹോദരങ്ങളുടെ കഷ്ടത എന്നിവ മോശ മനസ്സിലാക്കി. മോശ തന്നെ തന്നെ ഒരുക്കി, തന്നെ വികാരാധീനനാക്കി എന്ന് വേണേ പറയാം. മോശ തങ്ങളുടെ സഹോദരന്മാർ കഷ്ടപ്പെടുന്നത് കണ്ടത് അവന് വലിയ വികാരമുണ്ടാക്കി. അങ്ങനെ അവരെ രക്ഷിക്കുവാനുള്ള ഒരു ഭയങ്കര ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ടായി. ഇത് തെറ്റുമല്ല. പക്ഷെ രക്ഷിക്കുവാൻ അവൻ തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി. അങ്ങനെ മോശയ്ക്ക് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. സീനായ് പ്രദേശമോ ചാവുകടലിന്റെ തെക്ക് ഭാഗമോ ഒക്കെ ആയ ആ സ്ഥലത്തേക്കാണ് മോശ ഓടിപ്പോയത്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4-ാം അധ്യായത്തിന്റെ 31 വരെയുള്ള വാക്യങ്ങളിൽ മോശ ദൈവമായ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. ഹോരേബ് എന്നൊരു പർവ്വതം, ദൈവത്തിന്റെ പർവ്വതം എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പർവ്വതം എന്ന് പറയുന്ന സിനായ്, അതിൽ തന്നെയുള്ള സിനായ് മല. അവിടെ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. ഒരു മുൾപ്പടപ്പിലാണ് പ്രത്യക്ഷനാകുന്നത്. കത്തുന്നൊരു മുൾപ്പടപ്പ്. തീ ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്ന ഒരു അടയാളമാണ്. നാളുകൾക്ക് ചിലർക്ക് തീ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് വളരെ കൂലങ്കഷമായി ആളുകൾ വാദിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് തീയാണോ? പരിശുദ്ധാത്മാവ് തീയാണോ എന്ന് ചോദിച്ചാൽ തീയല്ല. പക്ഷെ ദൈവ സാന്നിധ്യത്തെ തീ കൊണ്ട് കമ്പയർ ചെയ്ത് പറയാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയും. തീ ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്ന ഒരു അടയാളമാണ്. അത് ദൈവീയ വിശുദ്ധിയെയും കുറിക്കുന്നു. ഇവിടെ കത്തുന്ന മുൾപ്പടർപ്പല്ല പ്രാധാന്യം, അതിൽ നിന്നുള്ള ദൈവശബ്ദമാണ്. മോശയോട് ദൈവം പറയുന്നു, നീ അടുത്ത് വരരുത്, നിൽക്കുക. ഈ സമയത്ത് മോശയ്ക്ക് ദൈവത്തോട് അടുത്തു വരാനുള്ള യോഗ്യതയായില്ല. മോശയ്ക്ക് സത്യത്തിൽ ദൈവ സ്വഭാവത്തെയോ ദൈവ സാന്നിധ്യത്തെയോ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് മോശ ദൈവത്തോട് അടുത്തു വരുന്നത്. സാധാരണ നിലയിൽ ഈ കിഴക്കുള്ളവർ അല്ലെ പൗരസ്ത്യർ, നമ്മുടെ നാട് ഈസ്റ്റേൺ ഭാഗത്തുള്ള നമ്മുടെ റീജിയനിലുള്ള ആളുകൾക്ക് ഈ ദൈവസന്നിധി ചെല്ലുമ്പോൾ എല്ലാ പുറംചട്ടകളും മാറ്റുന്ന രീതിയുണ്ട്. ആരാധനയ്ക്ക് പൗരസ്ത്യർ വരുമ്പോൾ ചെരുപ്പഴിച്ച് മാറ്റാണ്. ഇന്ന് നമുക്കറിയത്തില്ല, പള്ളി ആരാധനയ്ക്ക് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യും? പള്ളിയിലോട്ട് കയറുമ്പോ നിങ്ങൾ എന്താന്നും മിണ്ടാത്തത്? ചെരുപ്പൂരി മാറ്റും. ഇനി വേറെ ചിലര് ഈ നമ്മുടെ നാടുകളിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോ അവരുടെ വസ്ത്രം പോലും കുറെ എന്ത് ചെയ്യും? എല്ലാ പുറംചട്ടകളും മാറ്റും. ഇപ്പം ഈ
ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോ എന്ത് ചെയ്യും? ഉടുപ്പൂരിയിട്ട് പോകും. ഉടുപ്പേരിയിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചില സംവിധാനങ്ങൾ ജാതികളുടെ ആരാധനകളിലുണ്ട്. അത് വിളിച്ചു പറയുന്നത് നമ്മൾ ചെല്ലുന്ന സ്ഥലം, ദൈവം പറയുന്ന മോശം നീ വെക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചാണ്. അപ്പം വിശുദ്ധ സ്ഥലത്തേക്കാണ് ദൈവ സാന്നിധ്യം, വിശുദ്ധമാണ് എന്നൊക്കെയാണ് നമുക്ക് നാം മനസ്സിലാക്കേണ്ടത്. ദൈവം അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിനക്ക് ദേശം തരാമെന്ന്. സത്യത്തിൽ അബ്രഹാമിനോടുള്ള വാഗ്ദത്തമാണ് ആർക്ക് മാന്യതയായി കണക്കിട്ടത്? ഇസ്രായേൽ ജനത്തിൽ. നിങ്ങൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും യെശയ്യാപ്രവചനം 41:8 ഒക്കെ വായിക്കാമെങ്കിൽ, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായതുകൊണ്ട് അബ്രഹാമിനെ വിചാരിച്ച് ദൈവം ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം അബ്രഹാമിന് ഒരു ദേശം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി. കുട്ടികളില്ലാത്ത മനുഷ്യന് ദൈവം വാഗ്ദത്തം ചെയ്തു. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന ഹി വാസ് എ വാണ്ടറിങ് അരാമ്യൻ. അവൻ അലഞ്ഞു തിരിയുന്ന ഒരു അരാമ്യനായിരുന്നു. അലഞ്ഞു തിരിയുന്ന വാണ്ടറിങ് അരാമ്യൻ, എ നൊമാഡ്. അലഞ്ഞു തിരിയുന്ന ഒരു അബ്രഹാമിനെ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് സ്വസ്ഥനായി പാർപ്പിക്കാമെന്നുള്ള വാഗ്ദത്തം കൊടുക്കുന്നു. ആരാലും അറിയപ്പെടാത്തൊരു മനുഷ്യനെ കീർത്തി പ്രാപിക്കുമെന്ന് പറഞ്ഞു. ആടുമാടുകളിൽ നിന്ന് ഇഷ്ടം പോലെ പാൽ ലഭിക്കും, തേനീച്ചയിൽ നിന്ന് ആവശ്യത്തിന് തേൻ ലഭിക്കും. അങ്ങനെ പാലും തേനും ഒഴുകുന്ന ഒരു സ്ഥലം ദൈവം അവർക്ക് എന്ത് ചെയ്യുന്നു? എത്തിപ്പെടുവാനിടയായി. ദൈവം പറഞ്ഞ ഒരു സ്ഥലം തരുമെന്ന്. പക്ഷെ അവർ ചെല്ലുമ്പോ ഇപ്പൊ അധ്വാനിച്ചാലും ഫലമില്ലാത്തൊരു സ്ഥലമാണ്. എനിഹാവ് ദൈവം അധികാരത്തോടെ മോശെ അയച്ചു. മോശ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ നോക്കി പരാജയപ്പെട്ടിടത്ത് ദൈവം ഒരു പാഠം പഠിപ്പിക്കുന്നു. സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതാണ് നല്ലത്. പകരം ദൈവാശ്രയം ഉണ്ടാകണം. മനുഷ്യന്റെ പോരായ്മയെ നികത്താൻ ദൈവം കൂടെയുണ്ടെന്ന് അരുളി ചെയ്തു. മാത്രമല്ല മോശയോട് ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തെ വായിക്കുന്നു. മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരുമെന്ന് ദൈവം മോശയോട് പറയുന്നു. ജനം ചോദിക്കും, നിന്നെ ദൈവം അയച്ചു എന്നുള്ള തെളിവെന്താണ്? ഏത് പേരിലാണ് ദൈവം വെളിപ്പെട്ടത്? അതിന്റെ അടയാളം എന്താണ്? അപ്പൊ പറയുന്നു, യഹോവ ജീവിക്കുന്ന ദൈവം. 3:14 അയാം ദാറ്റ് അയാം. പുറപ്പാട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് അവരോട് പറയണം. ഈ കാര്യം വ്യക്തമാണ്. നമ്മൾ എല്ലാ മതങ്ങളെയും പരിശോധിച്ചാൽ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങളാണ്. ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ അടുക്കൽ എത്തുവാനുമുള്ള മനുഷ്യന്റെ ശ്രമങ്ങളാണ്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് ഇത്തിരി വ്യത്യസ്തമാണ്. ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ അടുക്കൽ എത്താനുമുള്ള മനുഷ്യന്റെ ശ്രമം കൊണ്ട് മനുഷ്യന് ദൈവത്തെ അറിയാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം തന്നെ ജനത്തിന് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാടിൽ വിശ്വസിക്കുന്നത്. വെളിപ്പാടിന്റെ ദൈവം. നമുക്ക് ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ശ്രമം കൊണ്ട് ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. ദൈവം തന്നെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മൾ റെവലേറ്ററി തിയോളജിയുടെ ആളുകളാണ് എന്ന് പറയുന്നത്.
കാലം കുറെ കഴിഞ്ഞപ്പോ യഹോവ എന്ന പേരുച്ചരിക്കാൻ പോലും യഹൂദിന് പേടിയായി. അത് കൃത്യമായിട്ട് യഹോവ എന്ന പേരുച്ചരിക്കാൻ മഹാപുരോഹിതന് മാത്രമേ കഴിയത്തുള്ളൂ. മഹാപുരോഹിതൻ മരിക്കുന്നതിന് മുമ്പ് അടുത്ത മഹാപുരോഹിതന്റെ ചെവിയിലേക്ക് യഹോവ എന്ന പേര് ചൊല്ലിക്കൊടുക്കും. യഹോവ എന്ന പേര് ചൊല്ലാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അല്ല ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടും അത്രയും ഭയങ്കര ഭക്തി ആയതുകൊണ്ട് യഹോവ എന്ന പേരിന് പകരം അഡോണായി, യജമാനൻ എന്നർത്ഥം വരുന്ന അഡോണായി എന്ന പേരാണ് ദൈവത്തിന് അവർ ഉപയോഗിച്ചത്. അവർ വിചാരിച്ചു അവർ വാർത്ത ഈജിപ്തിലെ ഗോഷൻ ദേശത്ത് നിന്ന് 3 ദിവസം കൊണ്ട് അവർ എവിടെ എത്തുമെന്ന്, കനാനിലെത്തുമെന്ന്. കഴിഞ്ഞ ആളുകളിൽ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തി അടിമപ്പണി, ഇംഗ്ലീഷിൽ കോർവി എന്നൊക്കെ പറയും, കോർവി, അടിമപ്പണി ചെയ്യിച്ച്, എല്ലുമുറിയ പണി ചെയ്യിച്ച്, ചുവനേരം ഭക്ഷണവും കൊടുക്കാതെ ശമ്പളവും കൊടുക്കാതെ കഷ്ടപ്പെടുത്തിന് തക്കവണ്ണം ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നല്ല ആഭരണങ്ങൾ വാങ്ങുവാൻ. ഇസ്രായേൽ മക്കൾ ആഭരണങ്ങൾ ചോദിച്ചപ്പോ ഈജിപ്തിലെ ആളുകൾ അത് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ അവരുടെ ആഹാരം വാങ്ങിപ്പോകണം ദൈവം അവരോട് പറയുന്നു. പുറപ്പാട് 3:21. എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ എബ്രായർക്ക് ദൈവം പിന്നീട് പ്രമാണം കൊടുക്കുമ്പോ, നിന്റെ വീട്ടിലെ അടിമയെ ജോബേൽ സംവത്സരത്തിൽ സ്വതന്ത്രനാക്കുമ്പോ, അവനെ സ്വതന്ത്രന അയക്കുമ്പോൾ വെറും കൈയോടെ അയക്കരുതെന്നും ദൈവം പ്രമാണം കൊടുക്കുന്നു. തുടർന്ന് ഇസ്രായേൽ മക്കളും ഫറവോൻ വിശ്വസിക്കുവാനായി ദൈവം അടയാളങ്ങൾ നൽകി. ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്നും ഫറവോൻ തന്റെ ഹൃദയം കഠിനപ്പെടുത്തിയെന്നും ഒക്കെ നാം വായിക്കുന്നു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഫറവോന്റെ കഠിന ഹൃദയനായിരുന്നു. കഠിന ഹൃദയനായ ഫറവോനെ ദൈവം കൂടുതൽ കഠിനപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. ഇനി ഫറവോനുമായുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഫറവോനോട് ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ ഫറവോൻ എന്താ ചെയ്തത്? അവരുടെ കഷ്ടത വർദ്ധിപ്പിച്ചത്. അവരുടെ കഷ്ടത വർദ്ധിപ്പിച്ചു. വീണ്ടും ദൈവം വാഗ്ദത്തം പുതുക്കി നൽകി. തുടർന്ന് ദൈവം ബാധകളെ അയച്ചു. ഈജിപ്തിലെ ദൈവങ്ങളുമായുള്ള സത്യദൈവത്തിന്റെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. യഹോവയായ ദൈവം ഈജിപ്തിലെ ദൈവങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്? ഏറ്റുമുട്ടുകയാണ്. ഇന്നും ഇത് സംഭവിക്കും. ദൈവത്തെക്കുറിച്ചൊരു പ്രധാന മാധ്യമം ആണ് ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു പ്രധാന മാധ്യമമാണ് അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ. ഇന്ന് നമ്മൾ പറയത്തില്ലേ, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും സഭയെ ഉറപ്പിച്ചു പോന്നു. അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും എന്നും പ്രസക്തിയുണ്ട്. എന്നാൽ സാധാരണ രീതിക്ക് വ്യത്യസ്തമായുള്ള അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തത്. ആദ്യത്തെ 9 ബാധകൾ ഈജിപ്തിലേക്ക് അയക്കുന്നു. ആ ബാധകളെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. മിസ്രൈമിലേക്ക് എത്ര ബാധകളെ അയക്കുന്നു? 9 ബാധകൾ. 9 ബാധകളും 10ാമത് കടിഞ്ഞൂർ സംഹാരവും. ഈ 9 ബാധകളെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. 1 രക്തം അഥവാ വെള്ളം രക്തമായി. 2 പേൻ. ഇത് രണ്ടുകൂടെ ചേർന്ന ഒരു ഗ്രൂപ്പ്. നായിച്ച, മൃഗങ്ങളുടെ മേലുള്ള ബാധ, പുണ്ണ്, ഇവ 2ാമത്തെ ഗണം. കൽമഴ, വെട്ടുക്കിളി, കൂരിരുട്ട്, ഇത് 3ാമത്തെ ഗണം. ഓരോ ഗണത്തിലെയും 1ാമത്തെയും 2ാമത്തെ ബാധകൾ ഫറവോനോട് മുൻകൂട്ടി അറിയിച്ചാണ്. എന്നാൽ മുന്നറിയിപ്പില്ലാത്തതാണ് 3ാമത്തെ ബാധ. ഓരോ ബാധ കഴിയും തോറും അതിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരുന്നു. അവസാനത്തെ 3 ബാധകൾ ജീവനെ നശിപ്പിക്കുന്നവയായിരുന്നു. ആദ്യത്തെ 3 ബാധകൾ ഈജിപ്തിലെ മന്ത്രവാദികൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റി. എന്നാൽ 3ാമത്തതിൽ മന്ത്രവാദികൾ ദൈവത്തിന്റെ കരം മനസ്സിലാക്കി.
നമ്മൾ ഈ രണ്ടാം ഗണത്തിലെ ബാധകൾ മുതൽ ഇസ്രായേൽ മക്കൾക്ക് ഈജിപ്തുകാർക്ക് ദൈവം ഒരു വ്യത്യാസം വെച്ചു. ആറാമത്തേതിനും എട്ടാമത്തേതിനും ഇസ്രായേൽ മക്കൾക്ക് സംരക്ഷണം നൽകി. ബാധകളിലൂടെ യഹോവയായ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തി. ഇനിയാണ് പുറപ്പാട് മുതൽ സീനായി വരെയുള്ള 12:1 മുതൽ 18:27 വരെ. അവിടെയാണ് ദൈവം പലതും അവരെ പഠിപ്പിക്കുന്നത്. പെസഹായും രക്ഷയും. ആരാധന സ്ഥലമോ പുരോഹിത വർഗമോ ഒന്നും ഇല്ലാത്തതിനാൽ അന്ന് ആരാധന സ്ഥലമില്ല. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരിക്കുമ്പോ എന്തോ ഇല്ല, പറഞ്ഞാട്ടെ. ആരാധനാ സ്ഥലമില്ല. മാത്രമല്ല ആരാധനയ്ക്ക് ആരില്ല, പുരോഹിതന്മാരില്ല. അതുകൊണ്ട് ആചാരമൊന്നുമില്ലാതെ ഭവനങ്ങളിൽ വെച്ചാണ് അവർ ഈ ഈ ഈ പരിപാടികൾ നടത്തിയത്, ആചാരങ്ങൾ നടത്തിയത്. അതായത് മൃഗത്തെ അറുത്ത് ഭവനത്തിന്റെ കട്ടമേലും കുറുമുടമേലാണ് പരട്ടിയത്. ഈജിപ്തുകാർ തങ്ങളുടെ ആദിജാതന്മാരുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിച്ചിരുന്നു. ഈജിപ്തിലെ ജനങ്ങൾ തങ്ങളുടെ മൂത്ത സന്തതികളുടെ രക്ഷയ്ക്കായും വിടുതലിനായും എന്ത് ചെയ്യായിരുന്നു? സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം പക്ഷെ അതിനെ കൗണ്ടർ അടിച്ചു. ദൈവം അതിന് വേറൊരു കൗണ്ടർ കൊടുത്തു. അവരുടെ ദൈവങ്ങളോട് അവർ ആദിജാതന്മാരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം എന്ത് ചെയ്തു? മിസ്രൈമിന്റെ സകല ആദിജാതന്മാരെയും കൊന്നുകളഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്നു. ഈ കടന്നുപോക്കന്റെ ആണ്, കടന്നു പോകുക എന്ന അർത്ഥത്തിലാണ് പെസഹ അഥവാ പാസ് ഓവർ, കടന്നു പോകുക. അത് കഴിഞ്ഞിട്ട് പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. പുളിപ്പ് തിന്മയെയും തിന്മയുടെ വ്യാപാരത്തെയും കുറിക്കുന്നു. പെസഹ ആചരിച്ചിട്ട് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നതിന്റെ അർത്ഥം വിശുദ്ധിയോടെ അപ്പം ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. വർഷത്തിലൊരിക്കൽ പഴയ മാവ് മുഴുവൻ മാറ്റിയിട്ട് പുതിയതായി തുടങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. മാത്രമല്ല വലിയ യാത്രയ്ക്ക് മുമ്പ് ധാരാളം പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിക്കൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. വലിയ യാത്രയൊക്കെ പോകുമ്പോൾ ആളുകൾ ഈ നെയ്ച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് പോകത്തില്ലേ, ചീത്തയാകാതിരിക്കാൻ. അങ്ങനെ പുളിപ്പില്ലാത്ത അപ്പം അവരുണ്ടാക്കിക്കൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. ഇസ്രായേൽ മക്കളുടെ യാത്ര തിടുക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മാവ് പുളിപ്പിക്കാൻ സമയമിട്ട് കിട്ടിയതുമില്ല. അങ്ങനെ ഇസ്രായേൽ ജനം ചോരത്തലി ആചരിച്ച് എവിടുന്ന് പുറപ്പെട്ടു? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത് അവർ കടന്നു വരുന്ന ഒരു വലിയ വാട്ടർ ബോഡിയുടെ ഇടയ്ക്കലാണ്. അതെവിടെയാണ്? ചെങ്കടൽ. ജനം കടന്നുപോയി എന്നറിഞ്ഞപ്പോ ഫറവോന്റെ സ്വഭാവം പിന്നെയും പഴയപടിയായി അവരെ പിന്തുടർന്ന് വരികയാണ്. എന്നാൽ ചെങ്കടൽ ഇസ്രായേൽ മക്കൾ കടക്കുന്ന ദൈവത്തിന്റെ രക്ഷാപ്രവൃത്തിയാണ്. എന്തായാലും ദൈവജനത്തെ ചെങ്കടലിലൂടെ നടത്തിയത് ദൈവത്തിന്റെ അസാധാരണമായൊരു വിടുതലാണ്. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോ ഞങ്ങളുടെ കോളേജിൽ ഒരു തിയോളജിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ ഒന്നും കടന്നില്ല. അവിടെ സീ ഓഫ് റീഡ്, ഞാങ്ങണയുടെ തടാകം എന്ന് വിളിക്കുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു. അത് ക്രോസ് ചെയ്താണ് ഇസ്രായേൽ മക്കൾ ക്രോസ് ചെയ്ത്. ദൈവം അതിന്റെ വെള്ളം വറ്റിച്ചു കൊടുത്ത്. വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ സാറിനോട് പറഞ്ഞു പിന്നീട്, സാറിന്റെ ആർഗ്യുമെന്റ് കൊള്ളാം, സ്കോളേഴ്സ് വെള്ളമില്ലായിരുന്നു, വെള്ളം കുറവായിരുന്നു, അതിലൂടെ ഇസ്രായേൽ മക്കൾക്ക് അക്കരെ കിടക്കാൻ എളുപ്പമായിരുന്നു പറഞ്ഞെങ്കിലും അതിനകത്ത് വേറെ കാര്യങ്ങൾ നടന്നു സാറേ. ഈ വെള്ളമില്ലാത്ത സിയോ റീഡ്സിൽ ബറവോനെയും സൈന്യത്തെയും അവന്റെ തേരിനെയും രഥത്തെ എല്ലാം തബര മുക്കിക്കൊന്നെങ്കിൽ അതും ഒരത്ഭുതമാണ്. ഇസ്രായേൽ മക്കൾക്ക് അക്കരെ കിടക്കാൻ വെള്ളമില്ലാത്തൊരു തോടായിരുന്നു, ഒരു തടാകമായിരുന്നെങ്കിൽ വെള്ളമില്ലാത്ത തടാകത്തിൽ ബറവോനെയും സൈന്യത്തെയും ദൈവം മുക്കിക്കൊന്നെങ്കിൽ അത് അതിനേക്കാൾ വലിയ അത്ഭുതമല്ലേ. ഇത് കഴിഞ്ഞിട്ട് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
മിരിയാൻ തപ്പെടുത്ത് പാട്ട് പാടുന്നു. ദൈവത്തിന്റെ അത്ഭുത വിടുതലിനെ ഓർത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെയും വിടുതലാണ്. നമ്മളും പാപത്തിന്റെയും പിശാചിന്റെയും പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ നമ്മൾ ആ വിടുതലിന്റെ പാട്ട് പാടാറുണ്ട്. നമ്മളും പാടാറുണ്ട്. ബറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കാണുന്നു. അപ്പൊ നമ്മളും പാടാറുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പ് ഓർത്ത് നമ്മൾ പാടാറുണ്ട്. ഇനിയാണ് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ. 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 18-ാം അധ്യായത്തിന്റെ 27 വരെ. സീനായ് മലയിലേക്കുള്ള അവരുടെ യാത്ര വളരെ ലളിതമായി ഇവിടെ വിവരിച്ചിരിക്കുന്നു. ഈ വഴിയെക്കുറിച്ച് ഇത്ര ലളിതമായി എഴുതാൻ ഈ വഴി സഞ്ചരിച്ച ഒരാളിനെ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ നിന്നിട്ട് എന്തെങ്കിലും എഴുതി വെച്ചാൽ ഇതുപോലെ ലിറ്ററലി കൃത്യമായിട്ട് എന്ത് ചെയ്യാനൊക്കത്തില്ല, എഴുതാനൊക്കത്തില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തോട്ട് പോയി, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് പോയി എന്നൊക്കെ പറയണമെങ്കിൽ അതിലൂടെ സഞ്ചരിച്ച ഒരാളിനെ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, അത് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരാൾ ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സഞ്ചരിച്ച ഒരാളിനെ എഴുതാൻ പറ്റത്തുള്ളൂ. സീനായ് പ്രദേശത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള ഭാഗമാണ് ഷൂർ മരുഭൂമി. അവർ സീനായിൽ നിന്ന് ന്യായപ്രമാണ കൽപ്പനയിലേക്ക് വായിച്ച് സമാന കൂടാരം ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുമ്പോൾ അവർ ഷൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. ഷൂർ മരുഭൂമി എന്ന് പറയുന്നത് സീനായ് മലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു മരുഭൂമിയാണ്. അങ്ങനെ ആ ഷൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കൾ എല്ലാവരെയും പോലെ പുറപുറത്തു. കുടിക്കാൻ വെള്ളമില്ലാതെ വന്നു. ദൈവം ശുദ്ധീകരിക്കുന്ന ഒരു വൃക്ഷം അവർ കാട്ടിക്കൊടുത്തു. മാറായിലെ വെള്ളത്തെ ശുദ്ധീകരിച്ചു. അവർ പുറപ്പെട്ടു. 1 മാസം കഴിഞ്ഞ് ദൈവം അവർക്ക് അപ്പം കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. കാടപ്പക്ഷി എന്ന് പറഞ്ഞാൽ അതി പൊക്കത്തിൽ പറക്കുന്ന അല്ല, താന്ന് പറക്കുന്നതാണ്. ഈ പാടപ്പക്ഷി അവർ അടിച്ചിട്ടു. ഓരോരുത്തർ 3-4 പറവായുധം അടിച്ചിട്ടു എന്നാ വായിക്കുന്നത്. ഉണക്കി തിന്നോ ചുട്ടു തിന്നോ ഒന്നും എനിക്കറിയത്തില്ല. അവര് മന്നായി ഇറച്ചിയൊക്കെ തിന്നു പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഓരോരുത്തർ വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇസ്രായേൽ മക്കൾ ആ ലാലു ബ്രദറെ കഴിച്ചത് കേട്ടോ. നമ്മൾ വെള്ളം കുടിക്കട്ടെ. എന്തായാലും നിങ്ങൾക്കറിയുമോ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം മരുഭൂമി 40 വർഷം എന്തോ കൊടുത്തു, മന്ന കൊടുത്തു. പക്ഷേ ഇറച്ചി എത്ര മാസം കൊടുത്തു, എത്ര ദിവസം കൊടുത്തു, എത്ര വർഷം കൊടുത്തു? ഒരാള് 2000 കിലോ വരെ അടിച്ചു കൂട്ടിയെന്നാ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു. കാരണം അവർക്ക് കൈ എത്തി അടിച്ചിടാൻ ഒക്കെ പരത്തിങ്ങനെ പറന്നു വന്ന് നിൽക്കും. അവരിങ്ങനെ പറന്നു വന്ന് നിന്ന് കൊടുക്കും. എന്നാ എന്നെ പിടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ചിട്ട് ഉണക്കി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി 2000 കിലോ വരെ പിടിച്ചു കൂട്ടുന്നു ഒരാള്. പക്ഷെ ഈ കാടപ്പക്ഷി എത്ര പ്രാവശ്യം കിട്ടി? എന്തുകൊണ്ടാണ് ഇവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തത്? എത്ര മാസം കാടപ്പക്ഷി കിട്ടി? 40 വർഷം മന്നയോടൊപ്പം കാടപ്പക്ഷി കിട്ടിയോ? അതോ 6 മാസം കിട്ടിയോ? 1 വർഷം കിട്ടിയോ? അതോ 30 വർഷം കിട്ടിയോ? വല്ല അറിവുണ്ടോ? മിണ്ടുന്നില്ലാരും. അറിയത്തില്ല. താങ്ക് യു. ആരാ അറിയത്തില്ലെന്ന് പറഞ്ഞേ? സുസമ. ഓക്കെ, കേട്ടോളൂ. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയുടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം ഒരിക്കലേ കാടപ്പക്ഷിയെ കൊടുത്തുള്ളൂ. എന്തിനാ കാടപ്പക്ഷിയെ കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഇവർ മരുഭൂമിയുടെ യാത്ര ചെയ്യുമ്പോൾ ഈ മരുഭൂമിയിലെ പൊടിയെല്ലാം കാലേ പറ്റും. കുറെ നാൾ യാത്ര ചെയ്യുമ്പോൾ ഈ പൊടിയെല്ലാം പറ്റി പിടിക്കുന്ന കാലയിൽ എന്ത് ചെയ്യും? പുണ്ണുണ്ടാകും. അങ്ങനെ സ്കിൻ ഡിസീസ് ഉണ്ടാകും. നിങ്ങൾക്കറിയുമോ, സ്കിൻ ഡിസീസ് ഉണ്ടാകാതെ സഹായിക്കുന്ന ഒരുതരം ഇറച്ചിയാണ് ഏതിറച്ചി? കാടയുടെ ഇറച്ചി. അപ്പൊ ദൈവം വലിയ കൃത്യമായിട്ട് അവർക്ക് കാടയിറച്ചി കൊടുക്കുകയാണ്. അടുത്തത് ഉടമ്പടിയും പ്രമാണമാണ്. നമ്മൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഉടമ്പടിയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നു. പുറപ്പെട്ടതിന്റെ 3-ാം മാസം അവർ സീനായിലെത്തി. എക്സാക്ട്ലി 50-ാമത്തെ ദിവസം, 47-ാമത്തെ ദിവസം എത്തി. 1-ാം മാസം 15-ാം തീയതിയാണ് അവര് എന്ത് ചെയ്തത്? ഇറങ്ങിയത്. അല്ലെ 14-ാം തീയതി കൂട്ടിക്കോ. അവരുടെ കലണ്ടറിനകത്ത് 30 ദിവസം, 2-ാം മാസം 30 ദിവസം, 30-ഉം
15:45 അല്ലെ 14-ാം തീയതി 46. അത് കഴിഞ്ഞിട്ട് 3-ാം മാസം 1-ാം തീയതി മറ്റോ അവരെന്ത് ചെയ്തു, ഇവിടെ വന്നു. ജനം ഞങ്ങളെ തന്നെ 3 ദിവസം വിശദീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് മോശ ദൈവത്തോട് സംസാരിക്കാൻ സീനാമലയുടെ മണ്ടയ്ക്കേട്ട് അല്ലെ ഹോരേ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ദൈവം അവരോട് സംസാരിക്കാൻ മേഘങ്ങളിൽ ഇറങ്ങി വരുന്നു. അതാണ് സത്യത്തിൽ 1-ാമത്തെ പെന്തക്കോസ്റ്റ്. അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ എത്രാം ദിവസം? 50-ാം ദിവസം. 1-ാമത്തെ പെന്തക്കോസ്റ്റ് ദൈവം ഇറങ്ങി വന്നപ്പോൾ അഗ്നിജാല പ്രത്യക്ഷമായി. നമ്മുടെ പെന്തക്കോസ്റ്റിൽ ദൈവാത്മ ഇറങ്ങി വന്നപ്പോ എന്താ പ്രത്യക്ഷമായി? അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. ദൈവം ഇസ്രായേലിനെ ഒരു പ്രത്യേക ജാതിയാക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ദൈവീയ പ്രമാണം പ്രാപിക്കാനായി ജനത്തെ ഒരുക്കാൻ ദൈവം കൽപ്പിച്ചു. ഒരുക്കം എന്നത് വിശുദ്ധീകരണമാണ്. വിശുദ്ധ പ്രമാണം ലഭിക്കുന്നതിന് ഒരു ഭയാനകമായ സാഹചര്യത്തിലാണ്. അതിനോടടുക്കുന്ന ഏവർക്കും ഈ ഭയം ആവശ്യമാണ്. അങ്ങനെ 10 കൽപ്പനകൾ 20-1 മുതൽ 17 വരെ. ന്യായപ്രമാണത്തിന്റെ ഹൃദയമാണ് 10 കൽപ്പനകൾ എന്ന് വേദപഠിതാക്കൾക്കറിയാം. ന്യായപ്രമാണത്തിന്റെ ഹൃദയമാണെന്ത്? 10 കൽപ്പന. ദൈവം കൊടുത്ത ന്യായപ്രമാണങ്ങളുടെ ഹാർട്ടാണ് 10 കൽപ്പനകൾ. കൽപ്പനകളെല്ലാം തന്നെ വീണ്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കൊടുത്തിട്ടുള്ളത്. മിസ്രൈം ദേശത്തിനെ കൊണ്ടുവന്ന യഹോവ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രക്ഷിച്ചു കൊണ്ടുവന്ന കർത്താവ് എന്ന അർത്ഥത്തിലാണ്. വീണ്ടെടുത്തവൻ, വീണ്ടെടുക്കപ്പെട്ടവർക്കുള്ളതാണ് ഈ കൽപ്പന. വീണ്ടെടുത്തത് കൊണ്ട് ദൈവത്തിന് കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. അതൊരു ഭയങ്കര മർമ്മമാണ്. ദൈവമാണ് നമ്മെ വീണ്ടെടുത്തതെങ്കിൽ നമ്മളോട് കൽപ്പിക്കാൻ ആർക്ക് അധികാരമുണ്ട്? ദൈവത്തിന് അധികാരമുണ്ട്. ഒരുക്കം എന്നത് വിശുദ്ധീകരണമാണ്. ഓക്കെ, ന്യായപ്രമാണത്തിലെ കാഠിന്യമേറിയ ശിക്ഷ ലഭിക്കുന്ന കൽപ്പനകളെല്ലാം 10 കൽപ്പനയോട് ബന്ധപ്പെട്ടതാണ്. ന്യായപ്രമാണത്തിൽ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതമാകുന്ന എല്ലാ കൽപ്പനകളും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ന്യായപ്രമാണവുമായി. ഇന്നത്തെ കാലത്ത് നമ്മൾ ആ കൽപ്പനകളിൽ ഏറ്റവും പ്രസക്തമായി എടുക്കുന്ന ഏത് കൽപ്പനയാണ്? 10 കൽപ്പനയിൽ ഏറ്റവും വലിയ കൽപ്പനയും 10 കൽപ്പനയിൽ നമ്മൾ പരമാവധി പ്രാധാന്യം കൊടുക്കുന്ന കൽപ്പന ഏതാണ്? ഏഴാം കൽപ്പന. ഏതാണ് 7-ാം കൽപ്പന? വ്യഭിചാരം ചെയ്യരുത്. പക്ഷെ 6-ാം കൽപ്പനയുണ്ട്. അതേതാണ് കൽപ്പന? കൊല ചെയ്യരുത്. 1-ാം കൽപ്പനയുടെ ഞാനല്ല അന്യദൈവം നിനക്ക് വിഗ്രഹം ഉണ്ടാക്കരുത്. പിന്നെ കൽപ്പനയുണ്ട് ശബത്ത് ശുദ്ധീകരിക്കാൻ ഓർക്കാൻ. പിന്നെ കൽപ്പനയുണ്ട് മാതാപിതാക്കളെ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. പിന്നെ കൽപ്പനയുണ്ട് മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്, അന്യന്റെ ഭാഗം മോഹിക്കരുത്, മോഷ്ടിക്കരുത്. ഇതൊന്നും വിഷയമല്ല. ഈ 10 കൽപ്പനകളിൽ ഈ പറയുന്ന നമ്മൾ എത്രയോ വിഗ്രഹാരാധികളാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ മറ്റ് പലതിനും കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വിഗ്രഹാരാധനയാണ്. അതായത് യേശു പറഞ്ഞു, ന്യായപ്രമാണം പറയുന്നു വ്യഭിചാരം ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നു, 5-ാം അധ്യായം, ഞാനോ നിങ്ങളോട് പറയുന്നു മോഹിക്കേണ്ടതിന് ഒരു സ്ത്രീയെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തലമുറയിൽ എത്ര പേർ വിചാരം ചെയ്യാത്തവർ? അപ്പൊ നമ്മൾ കൽപ്പനകൾ പലത് ലംഘിച്ചു. ഈ ശിക്ഷകളൊക്കെ കിട്ടാതെ രക്ഷപ്പെട്ട് നിൽക്കുന്ന എന്താന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ദൈവകൽപ്പനകൾ 10 കൽപ്പനകളാണ്. ഇന്നും ബേസിക് മൊറാലിറ്റിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്ന 10 കൽപ്പനയാണ്. ക്രിസ്ത്യാനിത്വത്തിന്റെ മൊറാലിറ്റി, ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ അടിസ്ഥാന അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പോലും 10 കൽപ്പനയാണ്. പക്ഷെ നമ്മൾ ചിലതിനെയൊക്കെ എന്ത് ചെയ്തു? വിസ്മരിച്ചു കളഞ്ഞു. ഓക്കെ, അന്നത്തെ മറ്റൊരു പ്രമാണമായിരുന്നു കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം. ഇതൊരു വല്ലാത്ത നിയമമായിരുന്നു.
നമ്മൾ ഇന്ന് ആളുകൾ പറയും നിങ്ങളുടെ പുസ്തകത്തിലും ഇങ്ങനെ പ്രതികാരത്തിന്റെ പ്രമാണം ഉണ്ടല്ലോ എന്ന്. അതല്ല അതിന്റെ വസ്തുത. അന്നത്തെ ഈ ഇസ്രായേൽ മക്കൾ ഒരു ട്രൈബൽ കൾച്ചറാണ്, ഗോത്ര സംസ്കാരമാണ്. എന്താണ് ഗോത്ര സംസ്കാരത്തിന്റെ പ്രത്യേകത? നിങ്ങൾക്കറിയാം, എഫ്രൈമിനും മനുഷ്യരും തമ്മിൽ യുദ്ധം ഉണ്ടായത് അറിയാവോ? മനുഷ്യരുടെ പിൻഗാമികളും എഫ്രൈമിയുടെ പിൻഗാമിനും തമ്മിൽ യുദ്ധം ഉണ്ടായത് അറിയാമോ? സിബോലത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഷിബോലത്ത്. ഈ എഫ്രൈമർക്കുള്ള പ്രത്യേകത, അവർക്ക് ഷിബോലത്ത് എന്ന് പറയാൻ, ഷാ പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് ഷാ പറയാൻ പറ്റാത്ത പോലെ അവർക്ക് ഷാ പറയാൻ പറ്റത്തില്ല. ഷായ്ക്ക് ഒരു സാ എന്നാ പറയുന്നത്. ഷിബോലത്ത് എന്ന് പറയാൻ അവർക്ക് അറിയത്തില്ല. അവർ സിബോലത്ത് എന്നേ പറയത്തുള്ളൂ. അവർക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചില ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഈ മനുഷ്യരുടെ കുലത്തിൽപ്പെട്ട ഈ അവന്റെ പേരെന്താ, ഗിദെയോനും അല്ലാണ്ട് യുദ്ധത്തിന് പോയപ്പോ എഫ്രൈമിനെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് എഫ്രൈമിൽ എന്ത് ചെയ്തു? ഗിദെയോൻ പറയുന്നത് എന്റെ പോലും ചെറുതാണ്, നിങ്ങൾ എന്നോട് വഴക്കിന് പറയണ്ട. അവസാനം നോക്കത്തെല്ലാം പറഞ്ഞ് എഫ്രൈമിന് ഭയങ്കര കരുത്തരില്ല, അവര് കുസ്തിക്ക് വന്നു. അവസാനം ദൈവം അവരെയും കൈവിട്ടു. അവസാനം എഫ്രൈമർ യുദ്ധത്തിൽ തോറ്റുപോയി. ഇസ്രായേൽ മക്കള് തന്നെ അവരെ തോൽപ്പിച്ചു, ഒത്തിരി പേരെ കൊന്നു. അവസാനം അവർ ഓടി രക്ഷപ്പെടാനായിട്ട് ഒരു കടവിന്റെ അടുക്ക് വരും. കടവിന്റെ അടുക്ക് വരുമ്പോൾ ചോദിക്കും, നീ ഏത് ജാതിക്കാരനാണ്? അപ്പൊ ഞാൻ രൂപേന്യനാ, അല്ലെങ്കിൽ ഞാൻ ഗാത്യനാ, അല്ലെ മനുഷ്യരുടെ കുലമാന്ന് പറയും. അപ്പൊ അന്നേരം ഇവര് പറയും, കടവിലും വെച്ച് സിബോലത്ത് എന്ന് പറയാൻ പറ്റും. സിബോലത്ത് എന്ന് പറയാൻ വരുമ്പോ അവൻ എന്ത് ചെയ്യും? ഷിബോലത്ത് എന്ന് പറയും. അങ്ങനെ അവരുടെ തലയെടുക്കും. അന്ന് 100 കണക്കിന് 1000 ആളുകൾ എന്ത് ചെയ്തു? അപ്പം ഈ ട്രൈബൽ കൾച്ചറാണ്. ട്രൈബൽ കൾച്ചർ, അത് അറബി നാട്ടിലെ ആണെങ്കിലും ട്രൈബൽ കൾച്ചർ, ഒരു ഗോത്രം മറ്റു ഗോത്രത്തെ കൊള്ളയടിച്ച് യുദ്ധം ചെയ്ത് ജീവിക്കുന്നത്. ആ ഒരു സംസ്കാരത്തിൽ ഇപ്പോ ഞാനിപ്പോ ഉൾക്കൊള്ളുന്ന ഒരു ഗോത്രം, എന്റെ ഗോത്രത്തിൽ ഞാനായിരിക്കുമ്പോൾ എനിക്കെതിരുള്ള ഒരു ഗോത്രക്കാരൻ്റെ ഒരുത്തം വന്ന് ഞാൻ റോഡിൽ പോകുമ്പോൾ എന്റെ മുഖത്തിട്ടൊരു അടി തന്നു, എൻ്റെ ഒരു കണ്ണങ്ങ് പോയി, എൻ്റെ ഒരു കണ്ണങ്ങ് തകർന്നു പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണ് തകർന്നാൽ ഞാൻ എൻ്റെ ഗോത്രത്തിൽ തിരിച്ചു വരും. ഞാൻ പറയും, ഞാൻ വളരെ കഷ്ടത്തിലാണ്, എന്നെ ഉപദ്രവിച്ച് എൻ്റെ കണ്ണെല്ലാം അടിച്ചു കളഞ്ഞു. അപ്പൊ എൻ്റെ ഗോത്രത്തിലെ ചെറുപ്പക്കാരെല്ലാം കൂടെ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പറയും, നമുക്ക് പ്രതികാരം ചെയ്യണം. അങ്ങനെ അവർ പദ്ധതിയൊക്കെ തയ്യാറാക്കി രായ്ക്ക് രമാനും രാത്രിയിൽ പന്തവും പത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചവന്റെ ആ കുലത്തിലോട്ട് അങ്ങോട്ട് ചെന്ന് കണ്ണി കണ്ടതിനെയൊക്കെ എന്ത് ചെയ്യും? അരിഞ്ഞങ്ങ് വീഴ്ത്തും, കൊന്നൊടുക്കും. 100 കണക്കിന് ആളുകളാണ് ചിലപ്പോൾ കൊല്ലുന്നത്. ഇവന്റെ കൂട്ടത്തിൽ ഒരുത്തന്റെ കണ്ണേ പോയുള്ളൂ. പക്ഷെ അങ്ങോട്ട് പോയി എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കേ? മനസ്സിലായി. എന്താ മനസ്സിലായി? പകരത്തിന് പകരം എന്നുള്ളതല്ല. എന്റെ കണ്ണടിച്ചു പൊട്ടിച്ചാൽ എന്റെ കുടുംബക്കാരും എന്റെ വീട്ടുകാരും എല്ലാവരുടെ പദ്ധതി ഒരുക്കിയിട്ട് എന്റെ കണ്ണടിച്ചു പൊട്ടിച്ചവന്റെ പഞ്ചായത്തിലോട്ട്, ഗ്രാമത്തിലോട്ട് ചെന്ന് രാത്രി പന്തവും കത്തിച്ച് എല്ലാവരും കൂടെ വെള്ളച്ചാട്ടം പോലെ ചാടി വീണ് കണ്ണി കണ്ട എല്ലാത്തിനെയും വെട്ടിക്കൊല്ലും. അങ്ങനെ ആളുകളെ കൊന്നൊടുക്കും. ആ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ട്രൈബൽ കൾച്ചറിൽ തമ്പുരാൻ കൊടുക്കുന്ന ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ഭയങ്കരമാണ്. ഒരുത്തൻ അടിച്ച് നിന്റെ കണ്ണെടുത്തു എന്നിരിക്കട്ടെ, നിനക്ക് അവനോട് പ്രതികാരം ചെയ്യാം. പരമാവധി തിരിച്ചെന്ത് ചെയ്യാം? അവന്റെ കണ്ണടിച്ചു പൊട്ടിക്കാം. അതല്ലാതെ ഒരു പഞ്ചായത്തിലോട്ട് വന്ന് കണ്ണി കണ്ടവനെ എല്ലാം എന്ത് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് അത് ആ കോണ്ടസ്റ്റിലാണ് പല്ലിന് പകരം പല്ല്. ഒരുത്തൻ അടിച്ച് എന്റെ പല്ല് താഴെ പോയി, നിനക്ക് അവനോട് തിരിച്ച് പ്രതികാരം ചെയ്യണമെങ്കിൽ പരമാവധി ഒരു അടി കൊടുത്ത് അവന്റെ പല്ല് പറിച്ച് താഴെ ഇടുക എന്നല്ലാതെ അവന്റെ തല വെട്ടാൻ പാടില്ല. ഇതാണ് ഈ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന പ്രമാണം കൊടുത്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതല്ലാതെ എന്റെ ദൈവം ക്രൂരനായിട്ടല്ല, ക്രൂരത കുറയ്ക്കാൻ. പല്ലിന് പകരം പല്ലെന്ന് വെച്ചാൽ നിന്റെ പല്ല് അടിച്ചു ചേർത്തെങ്കിൽ മറ്റേ പല്ല് അടിച്ച് അവന്റെ അതേ പല്ല് അടിച്ചു ചേർക്കാനല്ല പറഞ്ഞത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു യേശു അല്ലല്ലോ. നിന്റെ ഒരു കണ്ണത്തടിച്ചാൽ മറ്റേ കണ്ണും കശികളും കാണിച്ചു കൊടുക്കുന്നത് പറഞ്ഞതിന്റെ പ്രമാണമാണിത്. പക്ഷെ ഇവിടെ എന്താണ്?
എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി ഒരുത്തന്റെ പല്ല് പോയാൽ അവര് കൂട്ടമായിട്ട് അങ്ങോട്ട് ചെന്ന് പല്ല് പറിച്ചവന്റെ കുലത്തിൽപ്പെട്ട ഒരു 50 എണ്ണത്തെ അങ്ങ് തട്ടുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് ഈ കൽപ്പന കൊടുക്കുമ്പോഴുള്ള ഒരു വ്യവസ്ഥ. ഓക്കെ. കണ്ണിന് പകരം കണ്ണ് എന്നത് അക്കാലത്തെ സാമാന്യ നിയമത്തെക്കാൾ ശ്രേഷ്ഠമായ നിയമമാണ്. ഒരു കണ്ണിന് പകരം ആളിനെ കൊല്ലുകയോ മറ്റു ബന്ധുക്കളെല്ലാം വകവരുത്തുന്ന പ്രതികാര രീതിയാണ് അന്നുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, യാക്കോവിന്റെ മകളായ ദീനയെ ആര് പിടിച്ചോണ്ട് പോയി? ഷേഖേമിൽ. ഓർക്കുന്നുണ്ടോ? യാക്കോവിന്റെ മകൾ ദീനയെ ആര് പിടിച്ചോണ്ട് പോയി? അവള് ടൗൺഷിപ്പ് കാണാൻ പോയപ്പോ ഷേഖേമിലെ ആളുകൾ പിടിച്ചോണ്ട് പോയി. അവളെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. അവസാനം യാക്കോവിന്റെ മക്കൾ അവരുമായിട്ടൊരു ഉടമ്പടി എത്തി. എന്തോ ഉടമ്പടി? നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരാം, ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരാം, നമുക്ക് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് നമുക്കൊരു ഐക്യതയോടെ ഈ കമ്മ്യൂണിറ്റിയായി ജീവിക്കാം. അങ്ങനെ ശേഖർ നിവാസികൾ സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങളുടെ ആൺപ്രജകളെല്ലാം എന്ത് ചെയ്യണം? പരിച്ഛേദന. അങ്ങനെ ശേഖർ നിവാസിലെ ശേഖേമിലുള്ള ജനങ്ങളിൽ ആണുങ്ങളെല്ലാം എന്ത് ചെയ്തു? പരിച്ഛേദനയേറ്റു. ഉടമ്പടിയാണ്. ഒരു ഉടമ്പടി ചെയ്തിട്ട് പരിച്ഛേദനയേറ്റു. പക്ഷേ ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ശിമയോനും ലേവിയും വാളും എടുത്തുകൊണ്ട് ആ പഞ്ചായത്തിൽ കയറി കണ്ണി കണ്ടവനെ എല്ലാം എന്ത് ചെയ്തു? അവർ കൊന്നു. ആണുങ്ങളെല്ലാം പരിച്ഛേദന കഴിച്ച് വേദനിച്ചിരിക്കുക. പരിച്ഛേദന കഴിയുമ്പോൾ അതിന് ഒരാഴ്ച 10 ദിവസത്തേക്ക് എന്ത് ചെയ്യും? വേദനയുണ്ട്, കരിയണം. അപ്പൊ അങ്ങനെ വേദനിച്ചിരിക്കുമ്പോ, അനങ്ങാൻ വയ്യാതിരിക്കുമ്പോ ചെന്ന് എന്ത് ചെയ്തു? വെട്ടിക്കൊന്നു. ആ കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ എന്ത് അറിയേണ്ടത്? ആ കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രമാണം അറിയേണ്ടത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള പ്രമാണം തിരിച്ചറിയേണ്ടത്. ഒരു കണ്ണിന് പകരം ആളിനെ കൊല്ലുകയോ മറ്റു ബന്ധുക്കളെല്ലാം വകവരുത്തുന്ന പ്രതികാര രീതിയാണ് അന്നുണ്ടായിരുന്നത്. ദീനായെ പിടിച്ച ശേഖേമിനെയും ആ നാട്ടുകാരെ യാക്കോന്റെ മക്കൾ കൊന്നു. ദൈവം പറഞ്ഞു, ഇനി അങ്ങനെ അരുത്. ഒരു പല്ല് അടിച്ചു വീഴ്ത്തേണ്ട, ഒരു പല്ല് മാത്രമേ വീഴ്ത്താവൂ എന്ന് പറഞ്ഞാൽ പ്രതികാരം വളരെ സൂക്ഷ്മതയോടെ ക്ഷമയോടെ നടത്തണം. എന്നാൽ പുതിയ നിയമത്തിൽ പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കണമെന്നാണ് പ്രമാണം. അയൽക്കാരനെ ഒരു രീതിയിൽ ഉപദ്രവിക്കരുതെന്നാണ് അടുത്ത പ്രമാണം. ആചാര പ്രമാണങ്ങളിൽ 3 വർഷാന്തര ഉത്സവങ്ങളെ കുറിച്ചുള്ളതാണ്. അടുത്ത ഉടമ്പടി സാധൂകരിക്കുന്നു. ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യപ്പെട്ടു. ഇവിടെ ഉടമ്പടിയിൽ മേലുള്ള ആരാധന 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 31-ന്റെ 18 വരെ. ഇവിടെ ആലയത്തെയും പൗരോഹിത്യത്തെയും കുറിച്ചുള്ള വിശദീകരണം നൽകുന്നു. ദൈവസാന്നിധ്യം അധിവസിക്കുവാനായി സമാന കൂടാരമുണ്ടാക്കി. അതിനായി ജനം ദാനങ്ങൾ നൽകി. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെ. കൂടാരത്തിൽ ദൈവസിംഹാസനവും കാഴ്ചയപ്പത്തിന്റെ മേശയും നിലവിളക്കും വയ്ക്കണം. യാഗപീഠം, പൗരോഹിത്യവും വിശുദ്ധീകരണവും ധൂപപീഠവും അതിന്റെ ഉപയോഗവും അതിനോടനുബന്ധിച്ചുള്ള നിയമങ്ങളും നൽകി. മോശ ന്യായപ്രമാണ കൽപ്പനകൾ വാങ്ങി ദൈവസന്നിധിയിൽ നിന്ന്. ഇവർക്ക് സമാന കൂടാരം പണിയാനുള്ള പ്രത്യേക നിർദ്ദേശം നൽകി. സമാന കൂടാരം പണിയാനുള്ള സ്കെച്ചും പ്ലാനും എല്ലാം ആരാണ് കൊടുത്തത്? ദൈവം. എന്താണ് സമാന കൂടാരം? ഉറക്കെ പറയാം. എന്താണ് സമാന കൂടാരം? ദൈവത്തിന് മോശയോട് തന്റെ അരുളപ്പാട് അറിയിക്കാനുള്ള എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിന് ഇസ്രായേൽ ജനത്തെ മീറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് എന്ത്? സമാഗമന കൂടാരം. ഇംഗ്ലീഷുകാരന്റെ ആഴ്ച പറഞ്ഞ ഇറ്റ് ഈസ് എ ട്രൈസ്റ്റിംഗ് or rendezvous where the deity meets the devotee or the devotee meets the deity in devotion. അതായത് ഭക്തൻ അവന്റെ ഭക്തിയുടെ ആശ്രയമായ ദൈവത്തെ ഭക്തിയോടെ എതിരേൽക്കുന്ന പ്രത്യേക സ്ഥലം, രണ്ടവും.
കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഏത്? സമാന കൂടാരം. കൂടാരം. യാ. അങ്ങനെ ആ സമാന കൂടാരം ഉണ്ടാക്കി അതിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. ജനം അതിന് ദാനങ്ങൾ നൽകി. കൂടാരത്തിൽ ദൈവസിംഹാസനം ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം, സമാന കൂടാരത്തിന് 150 അല്ലെങ്കിൽ 100 മുഴ നീളമാണ്. എത്രയാണ്? ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ ആരാധനയ്ക്കുമായി ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടാക്കിയ കൂടാരമാണ് ഏത്? സമാഗമന കൂടാരം. 100 മുഴം നീളവും 50 മുഴം വീതിയുമുള്ള ഈ സമാന കൂടാരത്തിന്റെ വാതുക്കൽ, പ്രാകാരവാതുക്കൽ, അല്ലെങ്കിൽ പുറത്തുള്ളത് പ്രാകാരമാണ്. പ്രാകാരവാതുക്കൽ എന്തുണ്ട്? യാഗപീഠമുണ്ട്. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ സ്ഥലത്തോട്ട് കയറും. വിശുദ്ധ സ്ഥലത്തോട്ട് കയറുന്നിടത്ത് പ്രാകാരത്തിൽ തന്നെ വിശുദ്ധ സ്ഥലത്തിന്റെ വാതുക്കൽ താമരത്തൊട്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ സ്ഥലത്തിനകത്ത് കയറുകയാണ്. വിശുദ്ധ സ്ഥലത്തിനകത്ത് കയറുമ്പോൾ ഏറ്റവും ഇടത്തെ അറ്റം, ഏറ്റവും തെക്കേ അറ്റം, കിഴക്ക് പടിഞ്ഞാറാണല്ലോ ആലയം, ഏറ്റവും തെക്കേ അറ്റം ഏത്? കബരവിളക്ക്, നടുക്ക് കാഴ്ചപ്പത്തിന്റെ മേശ, വലതുവശത്ത് ധൂപപീഠം. അതും കഴിഞ്ഞിട്ട് കർട്ടൻ മാറ്റിയിട്ട് അതിവിസ്ഥലത്തോട്ട് കയറുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവത്തിന്റെ പെട്ടകം. ആ പെട്ടകത്തിന്റെ ഒരു മൂടിയുണ്ട്. അതിന്റെ പേരാണ് കൃപാസനം. ആ പെട്ടകത്തിനകത്ത് പ്രധാനമായും 3 സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണ് അറിയാമോ? അറിയത്തില്ല. എബ്രായർ 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. എബ്രായർ 9:3. മോശയുടെ തളർത്ത വടി. മോശയുടെ തളർത്ത വടി എന്ന് പറഞ്ഞൊരു വടിയുണ്ടോ? മോശയുടെ വടി തളർത്തില്ല. ആ മോശയുടെ വടി അങ്ങനെ നിയമത്തിന്റെ കൽപ്പലകൾ. നിയമത്തിന്റെ കൽപ്പലകൾ എബ്രായർ 9:3 ന്യായപ്രമാണ കൽപ്പലക, വടി, മണ്ണായിട്ട് വെച്ച പൊൻപാത്രം. അപ്പൊ ഇത് 3 സാധനങ്ങൾ പെട്ടകത്തിനകത്തുണ്ട്. പെട്ടകം ദൈവസാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നു. അത് മാത്രമല്ല, പിന്നീട് ദൈവം പൗരോഹിത്യം, വിശുദ്ധീകരണവും അതിന്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളും എല്ലാം, അതിന്റെ നിയമങ്ങളും എല്ലാം ദൈവം മോശയിലൂടെ നൽകി. എന്നാൽ ജനം മത്സരിച്ചു. മോശയ്ക്കുണ്ടായ ആത്മാനുഭവങ്ങളൊന്നും ജനത്തിനുണ്ടായില്ല എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. അഹ്റോന് പോലും വ്യത്യാസമില്ല. യഹോവയ്ക്ക് മാത്രം മോശയുടെ മനസ്സും ഭാവവും അല്പമായെങ്കിലും ഉണ്ട്. യോശുവയ്ക്ക് മാത്രം മോശയുടെ മനസ്സും മോശയുടെ ചിന്താഗതി അല്പമെങ്കിലും ഉള്ളത് ആർക്കാണ്? യോശുവയ്ക്ക് മാത്രം. തൽഫലമായി ദൈവം കോപിക്കുകയാണ്. ജനത്തെ നശിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ മോശ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണച്ചു. മോശയുടെ പ്രാർത്ഥനയിൽ ലേശം പോലും സ്വാർത്ഥതയില്ല. മോശ പറയുന്നു, എന്നെ കൈവിട്ടാലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചാലും ഈ ജനത്തെ കൊന്നുകളയരുതേ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി മോശ എന്ത് ചെയ്യുന്നു? ജനത്തിനു വേണ്ടി അപേക്ഷ കഴിക്കുന്നു. നമ്മൾ കാണുന്ന പാപത്തിന്റെ ഫലമായി ദൈവം ഇസ്രായേൽ ജനത്തോട് അകലുന്ന ചിത്രമാണ് 33-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ മോശ ദൈവത്തോട് എടുക്കുവാൻ കാക്ഷിക്കുന്നു. വീണ്ടും ഉടമ്പടി പുതുക്കലാണ്. 34:1 മുതൽ 35 വരെ ദൈവം വീണ്ടും പുതിയ കൽപ്പനകൾ നൽകി. ദൈവം തന്റെ പേര് പറഞ്ഞ് ഇസ്രായേലിനോട് സന്ധി ചെയ്യുന്നു. ഈ ഉടമ്പടി പ്രകാരം ജനം ചെയ്യേണ്ട കടപ്പാടുകളും വിവരിച്ചു പറഞ്ഞിരിക്കുന്നു. ദൈവ സാമീപ്യത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റം ഇവിടെ കാണുന്നു. ദൈവസന്നിധിയിലേക്ക് ഒരാൾ കടന്നു ചെല്ലുമ്പോൾ അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ നാം കാണുന്നു. എന്താണ്? ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച മോശയുടെ മുഖത്ത് നോക്കാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. അവന്റെ മുഖം എന്ത് ചെയ്തു? തേജസ് കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു ഭയങ്കര മർമ്മമാണ്. ഓക്കെ, ഇരുപത്തഞ്ചാം അധ്യായം മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ കാര്യങ്ങൾ ഭാഗത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നു.
ഇസ്രായേൽ ദൈവമുമ്പാകെ അനുസരണത്തിൽ പരാജയപ്പെട്ടെങ്കിലും മനുഷ്യന്റെ പരാജയത്തിനുപരിയായി ദൈവം അവരുടെ മധ്യേ വസിച്ചു. കൂടാരം പണിതു, പുരോഹിത വസ്ത്രമുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആലയത്തിന്റെ സമർപ്പണമാണ്. സമാന കൂടാരം നിവർത്തി. 40-34 വരുമ്പോൾ യഹോവ പറഞ്ഞതുപോലെ മോശ ചെയ്തു, സമാന കൂടാരം നിവർത്തി. എന്നാ പറ്റി? ദൈവത്തിന്റെ തേജസ് ആലയത്തെ വന്ന് മൂടി. ജനത്തിന് ദൈവത്തിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. മോശയ്ക്കും അഹ്റോനും ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിയാതെ താഴെ വീണുപോയി. അത്ര ഹെവി അനോയിന്റിങ്, ഹെവി ഗ്ലോറിയുടെ ഹെവി മാഗ്നിറ്റ്യൂഡ് വെളിപ്പെട്ടിരുന്നു ആലയത്തിൽ ആരാധന വെളിപ്പെട്ടപ്പോൾ. അടുത്തത് ലേവ്യ പുസ്തകമാണ്. ഏത് പുസ്തകമാണ്? ലേവ്യ പുസ്തകം പൗരോഹിത്യത്തെ കുറിച്ചുള്ള പ്രമാണങ്ങൾ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ്. പഞ്ചഗ്രന്ഥത്തിന്റെ ഹൃദയഭാഗത്ത് ലേവ്യ പുസ്തകം വന്നതുകൊണ്ട് ഈ പുസ്തകം ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ഈ പുസ്തകത്തിലാണ് യാഗബലി കർമാദികളെ കുറിച്ച്, എങ്ങനെ യാഗം കഴിക്കണമെന്നോ ആര് യാഗം കഴിക്കണമെന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. വാഗ്ദത്ത നാട്ടിൽ എത്തുന്നതിന് മുമ്പ് അവർ വിശുദ്ധ ജനമായി തീരണം. ആദ്യത്തെ 16 അധ്യായങ്ങൾ ഇസ്രായേലിന്റെ പൗരോഹിത്യ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള പ്രമാണങ്ങളാണ്. ഇസ്രായേൽ വിശുദ്ധി കാത്തുകൊണ്ടിരുന്നതിനാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനും ലോകത്തിൽ ദൈവത്തിനായി നിലനിൽക്കുവാനും സാധിക്കും. അവസാന അധ്യായങ്ങളിൽ സർവ്വജനവും വിശുദ്ധരായിരിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പുസ്തകം 19:2 പത്രോസ് അത് എടുത്തു പറയുന്നുണ്ട്. ഉദ്ദേശം, ലേവ്യപുസ്തകത്തിന്റെ ഉദ്ദേശം, ദൈവം വിളിച്ചു വേർതിരിച്ച ജനത്തെ ഒരു വിശുദ്ധ ജനമായി നിർത്തുക. ഇതൊരു ഭയങ്കര പ്രമേയമാണ്. ദൈവം വിളിച്ച് വേർതിരിച്ച ജനത്തെ ഒരു വിശുദ്ധ ജനമായി നിർത്തുക എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം. ജീവനുള്ള ഏക ദൈവത്തെ ആരാധിക്കുന്ന ഈ ജനം മറ്റെല്ലാ അയൽ രാജ്യക്കാരിൽ നിന്നും വ്യത്യസ്തരായിരുന്നു. അതുകൊണ്ട് പുരോഹിതന്മാർക്കും ജനത്തിനും ഒരുപോലെ വിശുദ്ധി ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പുരോഹിതന്മാർക്കും സാധാരണ ജനങ്ങൾക്കും ഒരുപോലെ വിശുദ്ധി ആവശ്യമാണ്. ധാർമ്മികമായും ഭൗതികമായും സാമ്പത്തികമായും സാമൂഹ്യമായും ഒരു നല്ല അടിസ്ഥാനം ജനത്തിനുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ പ്രമാണങ്ങളെ ജനം അനുസരിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങളെ ജനം അനുസരിക്കുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും പരിപാലനവും പ്രാപിപ്പാനിടയാകും. എന്നാൽ അനുസരണക്കേടിന്റെ ഫലമോ കഠിന ശിക്ഷയായിരിക്കും. ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് നിങ്ങളെ മാത്രം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളെ സന്ദർശിക്കും. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നതിന് കൂടുതൽ അടി കിട്ടും എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്ക് ഓർക്കുമല്ലോ. ഇസ്രായേലിയ പുരോഹിതന്റെ ജോലി ആലയത്തിലെ ആചാരങ്ങൾ നടത്തുക മാത്രമല്ല, ഇസ്രായേലിലെ പുരോഹിതന്റെ ജോലി ആലയത്തിലെ ആരാധന നടത്തുക മാത്രമല്ല, ജനത്തെ ന്യായപ്രമാണം പഠിപ്പിക്കുകയും ചെയ്യണം. ആചാരങ്ങളും ധാർമ്മിക പ്രമാണങ്ങളും ലേവ്യ പുസ്തകത്തിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാരെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാൻ വരുമ്പോൾ അവരെന്ത് ചെയ്യണം? ഈ ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കണം. ആചാരങ്ങളും ധാർമ്മിക പ്രമാണങ്ങളും അനുഷ്ഠിക്കണം. ദൈവം തൻ്റെ ജനത്തോടു കൂടെയുണ്ട്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അറിയണം, പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ ഇങ്ങനെ സംഭവിക്കുന്ന? ദൈവം എൻ്റെ കൂടെയില്ലേ? നിങ്ങൾ അറിയണം, ദൈവം എപ്പോഴും ജനത്തോട് കൂടെയുണ്ട്. അത് വിലയേറിയ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ അയോഗ്യതയോടെ അശുദ്ധിയോടെ ദൈവസന്നിധിയിൽ അടുത്ത് എന്നാൽ അത് അപകടമാണ്. പാപത്തിന് അതാത് യാഗങ്ങളുടെ ക്രമീകരണം വരുത്തിയെങ്കിലേ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കഴിയൂ. യാഗം കഴിച്ച് ജനത്തെ ശുദ്ധീകരണത്തിന് സഹായിക്കുന്നതിനായി പുരോഹിതൻ എപ്പോഴും ദൈവസന്നിധിയിൽ വസിക്കണം. അതുകൊണ്ട് അവർക്ക് മറ്റു ജോലികളൊന്നും ആകരുത്. പുരോഹിതന്മാർ മറ്റു ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അവർ ദൈവത്തിന് ആലോചന സ്വീകരിക്കേണ്ടതല്ലാതെ ഏത് സമയം അവർ ദൈവമായുള്ള ബന്ധത്തിൽ ആലയത്തിലായിരിക്കണം. നമ്മൾ അറിയണം, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ആരാധനയിൽ മാത്രം അനുഭവിക്കുന്ന ഒരു അനുഭവമല്ല.
ഇസ്രായേലിന്റെ ദൈനംദിന ജീവിതത്തിൽ മുഴുവനും ദൈവസന്നിധിയിലാണ് അവർ ചെലവഴിച്ചത്. അതുകൊണ്ട് ഓരോ ചെറിയ വിഷയത്തിലും ഈ പുസ്തകത്തിൽ പ്രമാണം തന്നിരിക്കുന്നത്. അയൽക്കാരനോടുള്ള ഓരോ ഇടപാടും ഓരോ പ്രമാണമുണ്ട്. ഈ പ്രമാണങ്ങളെല്ലാം ദൈവത്തിന്റെ ഇഷ്ടവും ദൈവ സ്വഭാവത്തോടും യോജിക്കുന്നവയാണ്. ദൈവത്തിന്റെ ജനം ദൈവിക ഇഷ്ടപ്രകാരം സ്നേഹിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ ദൈവം അവിടെ വസിക്കുന്നു. ലേവ്യ പുസ്തകത്തിലെ ദൈവശാസ്ത്ര ചിന്തകളിൽ ഒന്നാമത്തെ ദൈവ സാന്നിധ്യമാണ്. 2 ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ദൈവം തന്നെ പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. നമുക്കറിയാം, എബ്രായ ചിന്തയിൽ ജീവിതത്തിൽ എല്ലാം ഒന്നുകിൽ ശുദ്ധിയുള്ളതും അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്തതുമാണ്. നോഹയുടെ കാലത്ത് പെട്ടകം ഉണ്ടാക്കുമ്പോൾ ശുദ്ധിയുള്ള മൃഗങ്ങളെയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ വിശുദ്ധം അല്ലെങ്കിൽ അസാധാരണമായത്. വിശുദ്ധി എന്നുള്ളതിന് അതിന്റെ ഓപ്പോസിറ്റ് സാമാന്യമായത് സാധാരണയായതെന്നാണ്. ഇവ സാധാരണമായത് ശുദ്ധിയുള്ളതോ ശുദ്ധിയില്ലാത്തതോ ആകാം. അശുദ്ധമായ സാധനങ്ങൾ ശുദ്ധീകരിച്ച് ശുദ്ധിയുള്ളതാക്കാം. സാധാരണ സാധനങ്ങളെ ശുദ്ധീകരിച്ച് ശുദ്ധിയുള്ളതാക്കാം. ഉദാഹരണമായി, ആലയത്തിൽ ഉപയോഗിക്കുന്ന തൊട്ടി സാധാരണ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. എന്നാൽ ആ തൊട്ടി ആലയത്തിലെ ഉപകരണത്തിനായി വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധമായി തീരുന്നു. അതുപോലെ ശുദ്ധിയുള്ള സാധനങ്ങളെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയുള്ളതാക്കി തീർക്കാം. അശുദ്ധിയുള്ള മനുഷ്യരെ യാഗത്തിലൂടെ ശുദ്ധീകരിച്ച് ശുദ്ധിയുള്ളവരാക്കി തീർക്കാം. ഉള്ളവ പാപം മൂലം അശുദ്ധമായി തീരും. ഉദാഹരണമായി, വിശുദ്ധമായ യാഗത്തിൽ നിന്നും ഏലയുടെ മക്കൾ ഇറച്ചി കുത്തിയെടുക്കുമ്പോൾ യാഗം അശുദ്ധിയുള്ളതായി തീരുന്നു. ശുദ്ധിയുള്ള ഒരു സാധനത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് വിശുദ്ധിയും അശുദ്ധിയും. ശുദ്ധിയുള്ളത് വിശുദ്ധീകരിച്ചാൽ വിശുദ്ധവും, അധപ്പതിച്ചാൽ അശുദ്ധമായി തീരും. നാം അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചില മൃഗങ്ങൾ നിത്യമായി ശുദ്ധമാണ്. അശുദ്ധിയുള്ള വസ്തുക്കളുമായുള്ള ബന്ധത്തിലോ ചില രോഗങ്ങളാലോ മനുഷ്യനും വസ്തുക്കൾക്കും താൽക്കാലികമായ അശുദ്ധി സംഭവിക്കാം. ഒന്നുകിൽ ചില രോഗങ്ങൾ നിമിത്തം അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ നിമിത്തം മനുഷ്യന് അശുദ്ധി സംഭവിക്കാം. ഈ സന്ദർഭങ്ങളിൽ ശുദ്ധീകരണത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് വീണ്ടും ശുദ്ധിയുള്ളതായി സമൂഹത്തിലേക്കോ ആലയത്തിലേക്കോ വരാം. ദൈവത്തിന്റെ അടിസ്ഥാനപരമായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് വിശുദ്ധി. അതിനാൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ഏത് വ്യക്തിയും ഏത് വസ്തുവും വിശുദ്ധമായി തീരുന്നു. അതിനാൽ പുരോഹിതന്മാർ, യാഗവസ്തുക്കൾ, സമാന കൂടാരം, അതിലെ ഉപകരണങ്ങൾ, ആദ്യജാതന്മാർ, ശബത്ത് ദിവസം, യഹോവയുടെ ഉത്സവങ്ങൾ, ഇവയെല്ലാം വിശുദ്ധമാകുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. പുരോഹിതന്മാർ വിശുദ്ധരാണ്. യാഗവസ്തുക്കൾ വിശുദ്ധമാക്കപ്പെടണം. സമാന കൂടാരം വിശുദ്ധമാണ്. അതിലെ ഉപകരണങ്ങൾ വിശുദ്ധമാണ്. ഒരു കുടുംബത്തിലെ ആദ്യജാതന്മാർ വിശുദ്ധരാണ്. ശബത്ത് ദിവസം യഹോവയുടെ ശബത്ത് ദിവസം ദൈവം വേർതിരിച്ച ദിവസമാണ്. മറ്റു ഉത്സവങ്ങൾ ദൈവം വേർതിരിച്ചത്. ഇതെല്ലാം വിശേഷ ദിവസങ്ങളായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. ഞാനൊരു ബ്രേക്ക് എടുക്കേണ്ട. 1 മിനിറ്റ്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. 1 മിനിറ്റ്, ഉടനെ വരെ. യാഗങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ യാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അധ്യായങ്ങളാണ് ലേവ്യ 1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. ലേവ്യ പുസ്തകത്തിൽ യാഗരക്തം ശുദ്ധീകരണവും വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ശുദ്ധീകരണവും തമ്മിലുള്ള വ്യത്യാസവും നാം എന്തെന്ന് മനസ്സിലാക്കാം.
ശുദ്ധിയും വിശുദ്ധിയും ഇതൊരു ഭയങ്കര പ്രമേയമാണ്. എന്താണ് ശുദ്ധിയും വിശുദ്ധിയും? അതായത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതെല്ലാം എന്താണ്? വിശുദ്ധമാണ്. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതെല്ലാം എന്താണ്? വിശുദ്ധമാണ്. ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതെല്ലാം എന്താണ്? ശുദ്ധമാണ്. ആവർത്തിക്കുന്നു. ദൈവത്തിനായി വിശുദ്ധി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹാഗിയോസ് എന്ന ഗ്രീക്കിൽ. അതിന്റെ ഒരർത്ഥം വേർതിരിക്കപ്പെട്ടതെന്നാ. അപ്പൊ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതെല്ലാം എന്താണ്? വിശുദ്ധമാണ്. എന്നാൽ ദൈവം ശുദ്ധീകരിക്കുന്ന ഏത് വസ്തുവും എന്താണ്? ശുദ്ധമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അഭിഷേക തൈലത്താലും യാഗരക്തത്താലും യാഗപീഠവും പുരോഹിതന്മാരും വിശുദ്ധീകരിക്കപ്പെടുക. കാരണം അവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ്. ഓക്കെ. കുഷ്ഠരോഗി രക്തം മൂലം ശുദ്ധീകരിക്കപ്പെടുന്നു. കാരണം അവൻ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, യാഗപീഠവും പുരോഹിതന്മാരും എന്ത് ചെയ്യുന്നു? ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്നു. അതുകൊണ്ട് അവർ വിശുദ്ധരാണ്. മനസ്സിലായോ? യാഗപീഠവും പുരോഹിതന്മാരും ഒക്കെ ആർക്കായിട്ട് വേർതിരിക്കപ്പെടുന്നു? ദൈവത്തിനായി. അതുകൊണ്ട് അവരെന്താണ്? വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. വിശുദ്ധരാണ്. വിശുദ്ധരാണ്. എന്നാൽ വിശുദ്ധരാണ്. ഒരു കുഷ്ഠരോഗി കുഷ്ഠരോഗം വന്ന് മാറി പുരോഹിതൻ അവനെ സർവീസ് ചെയ്ത് അവനെ എന്ത് ചെയ്യുന്നു? ശുദ്ധിയുള്ളവനാക്കി തീർക്കുന്നു. ശുദ്ധിയുള്ളവനാക്കി തീർക്കുന്നു. പുരോഹിതൻ ശുദ്ധീകരണത്തിനായി അവന്റെ മേൽ രക്തം തളിക്കണം. പാപമുഖാന്തരമുണ്ടായ അശുദ്ധിയിൽ നിന്ന് അവൻ ശുദ്ധീകരണം പ്രാപിക്കണം. 4-5 അധ്യായങ്ങളിൽ യാഗം എന്തെന്ന് പറയുന്നു. യാഗങ്ങളുടെ പൂർണ്ണ വർഷത്തിൽ ഒരിക്കലുള്ള മഹാപാവ പരിഹാര പെരുന്നാൾ ദിവസത്തിലാണ്. അവർക്കുള്ള ഒരു പെരുന്നാൾ കൂടെയാണ്. എല്ലാ ദിവസവും നിത്യേന യാഗമുള്ളപ്പോൾ തന്നെ ആണ്ടിലൊരിക്കൽ മഹാപാവ പരിഹാര പെരുന്നാൾ ദിവസം ഒരു ഭയങ്കര യാഗമുണ്ട്. പുരോഹിതൻ തന്റെയും ജനത്തിന്റെയും പാപത്തിന് ഒരുപോലെ എന്ത് ചെയ്യണം? യാഗം അർപ്പിക്കണം. അന്ന് രക്തം കൊണ്ട് സമാന കൂടാരമെല്ലാം ശുദ്ധീകരിക്കും. മനുഷ്യ ബലഹീനതയും പാപത്തെയും മറയ്ക്കുവാൻ യാഗത്തിന് കഴിയും. പാപവും രോഗങ്ങളും ശുദ്ധിയുള്ളതിനെ അശുദ്ധമാക്കി തീർക്കുന്നു. അതായത് ശുദ്ധിയുള്ള ഒരു വസ്തുവിനെ അശുദ്ധമാക്കുന്ന 2 കാര്യങ്ങളാണ് എന്ത്? പാപവും രോഗവും. വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്താ സംഭവിക്കും? മരണം സംഭവിക്കുന്നു. വിശുദ്ധനായ ദൈവത്തെ അശുദ്ധനായ മനുഷ്യൻ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? മരണം വരെ സംഭവിക്കാം. എന്നാൽ അശുദ്ധമായത് യാഗത്തിലൂടെ ശുദ്ധീകരണം പ്രാപിച്ചാൽ, എന്നാൽ അശുദ്ധനായ മനുഷ്യൻ യാഗം കഴിച്ച് ശുദ്ധീകരണം പ്രാപിച്ചാൽ അവന് വിശുദ്ധനായ ദൈവത്തോട് അടുത്തു ചെല്ലാം. യാഗം ദൈവ ഇഷ്ടപ്രകാരം അർപ്പിച്ചെങ്കിലേ ദൈവം അത് അംഗീകരിക്കുകയുള്ളൂ. നമുക്കറിയാം, കയ്യിന്റെ യാഗത്തിൽ ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. ശുദ്ധീകരണം നൽകുന്നത് ദൈവമാണ്. യാഗത്തിന്റെ പ്രമാണത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കട്ടെ, എന്നാൽ ദൈവം അവനോട് ക്ഷമിക്കും. പുരോഹിതൻ വെറുതെ ആചാരം നടത്തുന്നത് പ്രയോജനം ചെയ്യുകയില്ല. ശുദ്ധീകരണവും പാപക്ഷമയും നൽകുന്നത് ദൈവമാണ്. ഇന്നത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പുരോഹിതൻ അവർക്ക് വേണ്ടി ഒരു യാഗം കഴിക്കുന്നു, ഒരാചാരം നിർവഹിക്കുന്നു, അവർ വിചാരിക്കുന്നു അവരുടെ പാപം ക്ഷമിക്കുമെന്ന്. അങ്ങനെ ക്ഷമിക്കുകയില്ല. പാപം ക്ഷമിക്കുന്നത് ആരാണ്? ദൈവമാണ്. പുരോഹിതന്റെ യാഗകർമാദികൾ അതിനൊരു വഴി എന്നുള്ളതേ ഉള്ളൂ. സമർപ്പണമില്ലാതെ, ഏറ്റുപറച്ചിലില്ലാത്ത ചടങ്ങായി യാഗം കഴിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇനി യാഗങ്ങളെ കുറിച്ചുള്ള നിയമങ്ങളാണ്.
യാഗത്തിന്റെ ഒരർത്ഥം ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ്. ദൈവത്തിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുക എന്നതാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ഖുർബാൻ എന്ന വാക്ക് വന്നത്. ഖുർബാന എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഖുർബാൻ നമ്മൾ വായിക്കത്തില്ലേ, നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് മക്കൾ ഖുർബാൻ എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അപ്പനും എന്ത് ചെയ്യണ്ട, വഴിപാടെന്ന് പറഞ്ഞാൽ മതി. അതിന് ദൈവത്തിന്റെ അടുത്തിൽ കൊണ്ടുവന്നത് എന്നർത്ഥം. സാധാരണ തീ കത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം യാഗത്തിന് തീ കത്തിക്കുന്നതിന് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അറിയണം, യാഗപീഠത്തിൽ യാഗം കഴിക്കുമ്പോൾ അതിന് പ്രത്യേക തീയുണ്ട്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന തീ, അത് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലാതെ അന്യാഗ്നി കൊണ്ടുപോയി യാഗപീഠത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കത്തിക്കാൻ പറ്റത്തില്ല. കാരണം സാധാരണ തീക്കും യാഗപീഠത്തിലെ തീക്കും കൊടുത്തിരിക്കുന്ന രണ്ട് വ്യത്യസ്ത പദങ്ങളാണ്. യാഗപീഠത്തിലെ തീ എന്ന് പറയുമ്പോൾ വേർതിരിച്ചത്, വിശുദ്ധമായത് എന്നൊക്കെ അർത്ഥങ്ങളും ഉണ്ട്. യാഗം അർപ്പിക്കുന്ന വസ്തു അർപ്പിതാവിന്റെ സ്വന്തമായിരിക്കണം. ഒന്നുകിൽ അവൻ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ലോ വിലയ്ക്ക് വാങ്ങിയതോ ആയിരിക്കണം. യാഗത്തിന്റെ ചില ഭാഗങ്ങൾ പുരോഹിതന് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാം. യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം. പ്രായശ്ചിത്ത യാഗങ്ങളും ആരാധനായാഗങ്ങളുമുണ്ട്, അല്ലെങ്കിൽ സമർപ്പണയാഗങ്ങളുമുണ്ട്. പ്രായശ്ചിത്ത യാഗങ്ങളും സമർപ്പണയാഗങ്ങളുമുണ്ട്. ഇപ്പൊ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അർപ്പിക്കുന്ന യാഗങ്ങളാണ് എന്ത്, പ്രായശ്ചിത്ത യാഗങ്ങൾ. എന്നാൽ സമർപ്പണയാഗങ്ങളുണ്ട്, ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗങ്ങൾ. ഓക്കെ, പാപയാഗം. നമുക്ക് ആ പാപയാഗങ്ങളൊന്ന് ശ്രദ്ധിക്കാം. യാഗം അർപ്പിക്കുന്ന ഒന്നാമത്തെ യാഗം അതാണ്. പ്രായശ്ചിത്ത യാഗങ്ങളിൽ ഒന്നാമത്തെ യാഗമാണ് ഏത്? പാപയാഗം. യാഗം അർപ്പിക്കുന്ന ആളിന്റെ സ്ഥാനത്തിനനുസരിച്ച്, അവിടെ യാഗം അർപ്പിക്കുന്ന ആളുടെ സ്ഥാനത്തിനനുസരിച്ച് യാഗവസ്തുവിന് മാറ്റമുണ്ട്. മഹാപുരോഹിതനാണ് യാഗം അർപ്പിക്കുന്നത്, തന്റെ പാപത്തിന് വേണ്ടി പരിഹാരത്തിന് മഹാപുരോഹിതനാണ് യാഗം അർപ്പിക്കുന്നെങ്കിൽ മഹാപുരോഹിതൻ കാളയെ തന്നെ അർപ്പിക്കണം. ജനത്തിന് പൊതുവായി അർപ്പിക്കുമ്പോഴും കാളയെ അർപ്പിക്കണം. ഒരു പ്രമാണി ആൺ കോലാടിനെയും ഒരു സാധാരണക്കാരൻ ഒരു പെണ്ണാടിനെയും അല്ലെങ്കിൽ കുഞ്ഞാടിനെയും സമർപ്പിക്കാം. ഒരു പാവപ്പെട്ടവൻ 2 കുറുപ്രാവിനെയോ പ്രാവൻ കുഞ്ഞിനെ അർപ്പിച്ചാൽ മതി. അതിനും വകയില്ലെങ്കിൽ ഒരിടങ്ങഴി മാവ് പൊടിച്ചത് മതി. അത് ഭയങ്കരമായിപ്പോയി. എന്നുവെച്ചാൽ പണക്കാരനാണെങ്കിൽ കാളെ അർപ്പിക്കണം, കാശ് കുറഞ്ഞ സാധാരണ മനുഷ്യരാണെങ്കിൽ ആട്ടുകൊറ്റനാകാം, അതിനേക്കാൾ പാവപ്പെട്ടവരാണെങ്കിൽ പെണ്ണാടാകാം, അതിനേക്കാൾ പാവപ്പെട്ടവനാണെങ്കിൽ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെ എന്ത് ചെയ്യാം, അർപ്പിക്കാം. തീരെ ഒന്നുമില്ലാത്തവനാണെങ്കിൽ ഇടങ്ങഴി മാവ് മതി. യാഗമൃഗത്തെ കൊണ്ടുവന്നിട്ട് ദൈവസേനയില് അർപ്പിതാവ് യാഗമൃഗത്തിന്റെ തലയെ കൈവെക്കണം. ഞാൻ യാഗം കഴിക്കാൻ വരുവാണെങ്കിൽ കൊണ്ടുവരുന്ന മൃഗത്തിന്റെ തലയെ ഞാൻ കൈവെക്കണം. അങ്ങനെ യാഗവസ്തു അർപ്പിതാവ് ഏകീകരിക്കപ്പെടുന്നു. ഈ യാഗമൃഗം അർപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് പകരമായിട്ടാണ് അർപ്പിക്കപ്പെടുന്നത്. യാഗമൃഗത്തിന്റെ തലയെ കൈവയ്ക്കുമ്പോൾ സ്വന്തം പാപങ്ങൾ മൃഗത്തിന്റെ മേൽ ചുമത്തുന്നു. തുടർന്ന് യാഗം അർപ്പിക്കുന്ന ആൾ തന്നെ യാഗമൃഗത്തെ അറുക്കണം. അകൃത്യയാഗത്തിന് യാഗമൃഗത്തെ അറുക്കുന്ന യാഗം അർപ്പിക്കുന്ന ആള് തന്നെയാണ്, അല്ലാതെ പുരോഹിതനോ അല്ല. പുരോഹിതൻ രക്തം ഒരു പാത്രത്തിൽ ശേഖരിക്കും. യാഗം അർപ്പിക്കുന്നത് തനിക്ക് വേണ്ടി തന്നെയോ ജനത്തിന് പൊതുവെ ആകുന്നുവെങ്കിൽ രക്തം കുറെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിലെ തിരശ്ശീലമേൽ തളിക്കണം. ബാക്കി അല്പം ധൂപൊടുത്തിന്റെ കൊമ്പുകളിൽ പരട്ടണം. മഹാപാപരിഹാര പെരുന്നാൾ ദിവസത്തിലെ യാഗമാണെങ്കിൽ മഹാപുരോഹിതന്റെയും ജനത്തിന്റെയും യാഗരക്തമായി അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിനു മീതെയും താഴെയും രക്തം തളിക്കണം. എല്ലാ യാഗത്തിലും ബാക്കി വരുന്ന രക്തം പ്രാകാരത്തിലെ യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. യാഗമർപ്പിക്കുമ്പോൾ പ്രധാന ഭാഗങ്ങളെല്ലാം യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചിട്ട് ബാക്കിയുള്ള അപ്രധാന ഭാഗങ്ങൾ പുറത്തു വെച്ച് ചുട്ടുകളയും. എന്നാൽ മാംസഭാഗം പുരോഹിതനുള്ളതാണ്. അത് ശുദ്ധിയുള്ള പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാം.
അമാവാസി, പെസഹ, വാരോത്സവം. വാരോത്സവം എന്ന് പറയുന്നത് ഈ പെന്തക്കോസ് പെരുന്നാളിനോട് ചേർന്നുള്ള പെരുന്നാൾ തന്നെയാണ്. വാരോത്സവം എന്ന് പറയുന്നത് പെന്തക്കോസ് പെരുന്നാൾ തന്നെയാണ്. അമാവാസി, പെസഹ, വാരോത്സവം, കാഹള പെരുന്നാൾ, മഹാഭാവ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ തുടങ്ങി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ദിവസങ്ങളെല്ലാം ഒരാൺ കോലാടിനെ പാവയാഗമായി അർപ്പിക്കണം. അതായത് പെസഹ പെരുന്നാള്, വാരോത്സവ പെരുന്നാള്, കാഹളയാഗ പെരുന്നാള്, മഹാഭാവ പരിഹാര പെരുന്നാള്, കൂടാര പെരുന്നാള്, ഈ ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒരാൺ കോലാടിനെ പാവയാഗമായി അർപ്പിക്കണം. പ്രസവം, കുഷ്ഠരോഗം തുടങ്ങിയ അശുദ്ധിക്ക് ശേഷം, പ്രസവം കഴിഞ്ഞ ശേഷം സഹോദരി ശുദ്ധീകരണ നിയമപ്രകാരം അടുത്തു വരുമ്പോഴും, അതല്ലെങ്കിൽ കുഷ്ഠരോഗം വന്നവൻ സൗഖ്യം പ്രാപിച്ച് ദൈവത്തോട് അടുത്തു വരുമ്പോഴും, ശുദ്ധീകരണം വരുത്തുമ്പോഴും പാപയാഗം അർപ്പിക്കണം. അതാണ് ഒന്നാമത്തെ പാപം, പാപയാഗം. എന്താണ് രണ്ടാമത്തെ യാഗം? അകർത്തിയാഗം. പറഞ്ഞാട്ടെ. അകൃത്യയാഗം. ഒരുവന് ന്യായമായി ലഭിക്കേണ്ടത് ലഭിക്കാതെ മറ്റൊരുവൻ വഞ്ചിക്കുമ്പോൾ അർപ്പിക്കുന്ന പ്രത്യേക യാഗമാണ് അകർത്തിയാഗം. ഒരുത്തനെ നമ്മൾ വഞ്ചിച്ചാൽ വഞ്ചിച്ച തുകയും അതിനോടുകൂടെ 20%, അതിന്റെ 1/5 കൂടെ പിഴയായി ചേർത്ത് മടക്കി കൊടുക്കണം. യാഗമൃഗം ചെമ്മരിയാടാണ്. ശുദ്ധീകരണം പ്രാപിച്ച കുഷ്ഠരോഗിയും വ്രതം നഷ്ടപ്പെടുത്തിയ നാസിർ വധസ്ഥനും ഒരു കുഞ്ഞാടിനെ അർപ്പിക്കണം. പാപയാഗത്തിൽ ചെയ്യുന്ന പോലെ പ്രവൃത്തികൾ അർപ്പിതാവ് തന്നെ ചെയ്യണം. പുരോഹിതൻ രക്തമെടുത്ത് യാഗപീഠത്തിന് ചുറ്റും തളിക്കണം. പ്രധാന ഭാഗങ്ങൾ യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിൽ പുരോഹിതൻ രക്തമെടുത്ത് കുഷ്ഠരോഗിയുടെ വലത്തെ ചെവിയിലും വലത്തെ കൈയുടെ പെരുവിരലിലും വലത്തെ കാലിന്റെ പെരുവിരലിലും പുരട്ടണം. പാപയാഗത്തിലേതുപോലെ മാംസം പുരോഹിതന്റെ ഭക്ഷണമാണ്. എനിക്കൊരു ഫോൺ വരും, ഞാൻ അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ ഷമി, ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുക്കുക. എന്താ പറഞ്ഞോ? എന്തോ പറ്റി? തിരുവനന്തപുരത്ത് പോകാനാണോ? ഓക്കെ, എപ്പോ വേണം? ഞാൻ ചോദിക്കുന്നേ, ഈ നിങ്ങൾക്ക് ഞാനില്ലാതെ വേണം. ഇപ്പൊ ഞാനില്ലാതെ നിങ്ങൾ ഓടിച്ചോണ്ട് പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ല, ഈ പോലീസുകാർ വല്ലതും തടഞ്ഞാലേ, ഞാൻ കൂടിയില്ലാത്തപ്പോ ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ, പോലീസുകാരെല്ലാം തടഞ്ഞ് ഓണർ അല്ലാതെ കൊണ്ടുപോകുന്ന. എന്നാ പിന്നെ വന്നെടുത്തോ. പക്ഷെ അതിന് കാറ്റടിക്കണം ഫ്രണ്ടിലെ ടയറേ, അത് വീണ്ടും ഇല്ല, എയറില്ല, അത് പിന്നെ ഒട്ടിച്ചില്ലേ ഞാൻ. ആണോ? അത് ഞാൻ അതിന് കാറ്റില്ല, എയർ പോയി, ഒട്ടിച്ചാലേ ഒക്കത്തുള്ളൂ. ഇനിയിപ്പോ എന്തോ ഞാൻ നോക്കും. ആണോ? പക്ഷെ അത് പുതിയ ടയറാ, കിഴിഞ്ഞെന്നുള്ളതില്ല, തേഞ്ഞതൊന്നും അല്ല. മൂന്നാമത്തെ പഞ്ചറാണെങ്കിലും ഓക്കെ. എന്നാ പിന്നെ ഒരു ടയർ മാറ്റുന്നതിന് എന്ത് കാശാവും? ഭയങ്കര വിലയാണോ? ഓ ശരി, ഓക്കെ. ഇപ്പൊ എന്താ സ്റ്റെപ്പിനി ഉണ്ട്. സ്റ്റെപ്പിനി ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതില്ല, അലോവ വീലല്ല. എന്താ ഒരു വീല? അലോയ് വീലല്ല, അലോയുടെ അല്ല. ഇപ്പൊ എന്ത് ചെയ്യും? ഞാനിപ്പോ ചിന്തിച്ച